يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، خير السنن سنن محمد صلى الله عليه وسلم، شر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يسألونك عن الساعة أيان مرساها فيما أنت من ذكراها إلى ربك منتهاها إنما أنت منذر من يخشاها كأنهم يوم يرونها لم يلبثوا إلا عشية أو ضحاها. സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ സന്ദർഭത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടുവാനും അവന്റെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അനുകൂലമായ ഒരു സാഹചര്യം ഒരുക്കി തന്ന് നമ്മെ അനുഗ്രഹിച്ച അള്ളാഹുവിനെ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഖുർആനും അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളും വിശദീകരിക്കുന്ന ഇത്തരത്തിലുള്ള സദസ്സുകളുടെ പ്രത്യേകത ശഫത്തുഹുമുൽ മലായിക, അല്ലാഹുവിന്റെ മാലാഖമാർ അവർക്ക് ചുറ്റും ഒരുമിച്ച് കൂടുകയും വഗശിയതുഹുമുർ റഹ്മ, റഹ്മത്ത് കൊണ്ട് അവരെ പൊതിയുകയും
വനസലത് അലൈഹിമുസ് സകീന, അവരിൽ സമാധാനം അവതരിക്കുകയും വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സമീപസ്ഥരായ മലായികത്തുകളോട് തരം നല്ല സദസ്സുകളെ സംബന്ധിച്ച് പ്രത്യേകമായി എടുത്തു പറഞ്ഞുകൊണ്ട് അഭിമാനം കൊള്ളുകയും ചെയ്യും എന്ന് അഷ്റഫുൽ ഖൽഖ് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ എന്റെ മുന്നിലിരുന്ന ശബ്ദം ശ്രവിക്കുന്ന സഹോദരി സഹോദരന്മാർ, താനിരിക്കുന്ന സദസ്സിന്റെ മഹത്വം മറന്നു പോകാൻ പാടില്ല എന്ന് ആദ്യമായി ആമുഖമായി ആത്മാർത്ഥമായി ഉണർത്തുന്നു, ഉപദേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുചേരൽ സ്വാലിഹായ ഒരു അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. മഹനീയമായ ഈ മജ്ലിസിൽ ഇന്ന് നാം ഒത്തു ചേർന്നതുപോലെ നാളെ അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് നാഥൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന, വീടുകളിലും ഹോസ്പിറ്റലിലുമായി കഴിച്ചുകൂട്ടുന്ന കൊച്ചുകുട്ടികൾ മുതൽ വൃദ്ധന്മാർ വരെയുള്ള മുഴുവൻ സഹോദരി സഹോദരന്മാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ട് ബർസഖിയായ ലോകത്ത് എത്തിച്ചേർന്ന നമുക്ക് വേണ്ടപ്പെട്ടവരായ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ ഫദ്ല് കൊണ്ട് അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിന്റെ ദീനിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നതിന് വേണ്ടി ഈ പ്രദേശത്ത് ഇത്തരം ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച ഇതിന്റെ സംഘാടകർ, ഇതിന്റെ പിന്നിൽ സാമ്പത്തികമായി ശാരീരികമായി പ്രയത്നിച്ചവർ, ഇവിടെ സംസാരിച്ചവർ, കേൾക്കാൻ എത്തിച്ചേർന്നവർ, എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മഗ്രിബ് നമസ്കാരത്തിന് മുമ്പ് തൗഹീദ് എന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട വളരെ വിശാലമായ ഒരു വിശദീകരണം കേട്ടുകഴിഞ്ഞവരാണ് നിങ്ങളെല്ലാവരും. ഒരു മനുഷ്യന്റെ മരണാനന്തര ജീവിതത്തിൽ അവന് വിജയം കൈവരിക്കാൻ സാധിക്കണമെങ്കിൽ ഒന്നാമതായി അവന്റെ വിശ്വാസ മേഖലകൾ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ഇബാദത്തുകൾ, ഒരുപാട് അമലുസ്വാലിഹത്തുകൾ, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കണമെങ്കിൽ വിശ്വാസപരമായ ശുദ്ധീകരണമാണ് ഒന്നാമതായി നാം ഓരോരുത്തരും നേടിയെടുക്കേണ്ടത്. ഇപ്പൊ നമ്മളെല്ലാവരും മഗ്രിബ് നമസ്കാരം നിർവഹിച്ചിട്ട് ഇങ്ങോട്ട് കടന്നു വന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിലൂടെ നമുക്ക് ഓതിത്തരുന്നത് ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബി വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹ് വൽ യൗമിൽ ആഖിരി വൽ മലായികതി വൽ കിതാബി വൻ നബിയ്യീൻ. ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ്, നിങ്ങളുടെ മുഖങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിക്കുക എന്നതിലല്ല പുണ്യമുള്ളത്.
ഇപ്പൊ നമ്മളെല്ലാവരും നമ്മുടെ മുഖം പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഖിബലക്ക് അഭിമുഖമായി തിരിച്ചു വെച്ച് മഗ്രിബ് നമസ്കാരം 3 റക്അത്ത് ഇമാമിന്റെ കൂടെ ജമാഅത്തായി നിർവഹിച്ചിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിലൂടെ പറയുകയാണ്, നിങ്ങളുടെ മുഖങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിക്കുക എന്നതിലല്ല പുണ്യമുള്ളത്. വലാകിന്നൽ ബിർറ, എന്നാൽ പുണ്യം എന്ന് പറയുന്നത് മൻ ആമന ബില്ലാഹ് വൽ യൗമിൽ ആഖിരി വൽ മലായികതി വൽ കിതാബി വൻ നബിയ്യീൻ. മൻ ആമന ബില്ലാഹ്, അല്ലാഹുവിലുള്ള വിശ്വാസമാണ്. വൽ യൗമിൽ ആഖിരി, അന്ത്യദിനത്തിലുള്ള വിശ്വാസമാണ്. വൽ മലായികതി, മലക്കുകളിലുള്ള വിശ്വാസമാണ്. വൽ കിതാബി, വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസമാണ്. വൻ നബിയ്യീൻ, പ്രവാചകന്മാരിലുള്ള വിശ്വാസമാണ്. അപ്പൊ ഒന്നാമതായി നമ്മളെല്ലാവരും നേരെയാക്കേണ്ടത് നമ്മുടെ വിശ്വാസത്തെയാണ്. അതിലാണ് പുണ്യമുള്ളത് എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് ഓതിച്ചരുന്നത്. നമ്മളെല്ലാവരും മദ്രസയിൽ പഠിക്കുന്ന കാലം മുതൽ ഇസ്ലാം കാര്യങ്ങളും ഈമാൻ കാര്യങ്ങളും എണ്ണിപ്പറഞ്ഞ് പഠിച്ചവരാണ്. ഇസ്ലാം കാര്യങ്ങൾ 5 എന്നും ഈമാൻ കാര്യങ്ങൾ 6 എന്നും പദ്യരൂപത്തിലും ഗദ്യരൂപത്തിലും മദ്രസയിൽ അര ക്ലാസ് മുതൽ എല്ലാവരും പഠിച്ചു വന്നവരാണ്. ഈമാൻ കാര്യങ്ങളിൽ 6 വിശ്വാസപരമായ കാര്യങ്ങളാണ്. ഇസ്ലാം കാര്യങ്ങൾ ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ നിർവഹിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ, ഈമാൻ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവന്റെ വിശ്വാസപരമായ മേഖലകളാണ് വിശദീകരിക്കുന്നത്. അതിൽ ഒന്നാമത്തേതാണ് അൻ തുഅ്മിന ബില്ലാഹ്, അല്ലാഹുവിലുള്ള വിശ്വാസം. മഗ്രിബ് നമസ്കാരത്തിന് മുമ്പായി ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടത്. അതിൽ 5-മത്തേതാണ് വൽ യൗമിൽ ആഖിരി, പരലോകത്തിലുള്ള അന്ത്യദിനത്തിലുള്ള മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസം നമുക്കിവിടെ ചർച്ച ചെയ്യുവാനുള്ളത്. മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രവാചകന്റെ സ്വഹാബത്തും എല്ലാവരും ഒന്നിച്ചിരിക്കുന്ന സദസ്സിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരുന്ന രംഗം ഹദീസുകളിൽ നമുക്ക് കാണാം. പ്രവാചകന്റെ സ്വഹാബത്ത് പറയാണ്, ദാത യൗമിൻ ഇദ് ത്വലഅ അലൈനാ റജുലുൻ, ഒരു ദിവസം ബൈനമാ നഹ്നു ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ പ്രവാചകരുമായി ഒന്നിച്ചിരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ ഞങ്ങളിലേക്ക് കടന്നു വരികയാണ്. എങ്ങനെയുള്ള മനുഷ്യനാണ് കടന്നു വന്നത്? ആ മനുഷ്യനെ കുറിച്ച് സ്വഹാബത്ത് ഇങ്ങനെ വർണ്ണിക്കുകയാണ്, ശദീദു ബയാദി സിയാബ്, നല്ല തൂവെള്ള വസ്ത്രം ധരിച്ച ഒരു മനുഷ്യൻ. ശദീദു സവാദി ശഅർ, നല്ല കറുത്ത മുടിയുള്ള മനുഷ്യൻ. ലാ യുറാ അലൈഹി അഥറു സഫർ, ആ മനുഷ്യന്റെ ശരീരത്തിൽ ഒരു സഫർ ചെയ്ത, ഒരു യാത്ര ചെയ്ത ഒരു അഥർ, ഒരു അടയാളവും ഒന്നും തന്നെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ വലാ യഅരിഫുഹു മിന്നാ അഹദുൻ, ഞങ്ങളിൽ ഒരാൾ പോലും അദ്ദേഹത്തെ അറിയുകയുമില്ല. അഥവാ അദ്ദേഹം ഞങ്ങൾക്ക് അപരിചിതനാണ്, ഈ നാട്ടുകാരനെ അല്ല. അദ്ദേഹം എവിടെ നിന്നോ യാത്ര ചെയ്തു വന്ന മനുഷ്യനാണ്. പക്ഷേ യാത്ര ചെയ്തു വന്ന യാത്രയുടേതായ ഒരു അഥറും ഒരു അടയാളവും ആ മനുഷ്യനിൽ കാണുന്നില്ല. അങ്ങനെ ഒരു മനുഷ്യൻ നല്ല വെള്ള വസ്ത്രം ധരിച്ച് മുടിയെല്ലാം ചീകി ഒതുക്കി നല്ല കറുത്ത മുടിയുള്ള ആ മനുഷ്യൻ കടന്നു വന്നുകൊണ്ട് പ്രവാചകന്റെ സദസ്സിലേക്ക് വന്നുകൊണ്ട് ഹത്താ ജലസ ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ സദസ്സിൽ വന്ന് ഇരിക്കുകയാണ്. എന്നിട്ട് ആ മനുഷ്യന് ആ സദസ്സിൽ വന്ന് ഇരിക്കുന്ന രംഗം പോലും സഹാബത്ത് ഇങ്ങനെ വിശദീകരിച്ചു തരുന്നുണ്ട്. فأسند ركبتيه إلى ركبتيه ووضع كفيه إلى فخذيه, ആ മനുഷ്യൻ തന്റെ കാൽമുട്ടുകൾ പ്രവാചകന്റെ കാൽമുട്ടിനോട് ചേർത്ത് വെക്കുകയാണ്. തന്റെ കൈകളാകട്ടെ പ്രവാചകന്റെ തുടമേൽ വെക്കുകയാണ്. എന്നിട്ട് ആ മനുഷ്യൻ പ്രവാചകനോട് ആവശ്യപ്പെടുകയാണ്, ഫഅഖ്ബിർനി അനിൽ ഇസ്ലാം, ഇസ്ലാം എന്താണ് എന്ന് എനിക്ക് പറഞ്ഞു തരിക. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അൻ തശ്ഹദ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് വതുഖീമ الصلاة وتؤتي الزكاة وتصوم رمضان وتحج البيت إن استطعت إليه سبيلا. ഇസ്ലാം കാര്യങ്ങൾ 5
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. ഉടൻ തന്നെ ആ മനുഷ്യൻ പറയുകയാണ്, സ്വദഖ്ത, താങ്കൾ സത്യം പറഞ്ഞിരിക്കുന്നു. സ്വഹാബത്ത് പറയുകയാണ്, ഫഅജിബ്നാ ലഹു, ആ മനുഷ്യന്റെ കാര്യത്തിൽ ഞങ്ങൾ അത്ഭുതം കൂറി. കാരണം എന്താ? യസ്അലുഹു വയുസദ്ദിഖുഹു, ആ മനുഷ്യൻ ഇങ്ങനെ ചോദ്യം ഉന്നയിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യന്റെ ചോദ്യത്തിന് ആൻസർ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ സത്യപ്പെടുത്തുകയും ചെയ്യുക, വല്ലാത്തൊരു പ്രകൃതം. അതുകൊണ്ട് ആ മനുഷ്യന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് അത്ഭുതം തോന്നി. ആ മനുഷ്യൻ വീണ്ടും ചോദിക്കുകയാണ്, ഫഅഖ്ബിർനി അനിൽ ഈമാൻ, ഈമാൻ എന്താണ് എന്ന് എനിക്ക് പറഞ്ഞു തരിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, അൻ തുഅ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറസുലിഹി വൽയൗമിൽ ആഖിരി വതുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വശർരിഹി. ഈമാൻ കാര്യങ്ങൾ 6 പറഞ്ഞു കൊടുത്തു. ആ മനുഷ്യൻ അതിനെയും സത്യപ്പെടുത്തുകയാണ്. ആ മനുഷ്യൻ വീണ്ടും പ്രവാചകനോട് ചോദിക്കുകയാണ്, അഖ്ബിർനി അനിൽ ഇഹ്സാൻ, ഇഹ്സാൻ എന്താണ് എന്ന് എനിക്ക് പറഞ്ഞു തരിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നീ അല്ലാഹുവിനെ ആരാധിക്കലാണ്, അവനെ ഇബാദത്ത് ചെയ്യലാണ്. നീ അവനെ കാണുന്നില്ല എങ്കിലും അവൻ നിന്നെ കാണുന്നു എന്ന ബോധത്തോടെ അവനെ ആരാധിക്കലാണ്, അവനെ ഇബാദത്ത് ചെയ്യലാണ് ഇഹ്സാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്തു. ആ മനുഷ്യൻ വീണ്ടും ചോദിച്ചു, അഖ്ബിർനി അനിസ്സാഅ, എപ്പോഴാണ് ലോകാവസാനം, ഖിയാമത്ത് നാൾ എപ്പോഴാണ് എന്ന് എനിക്ക് പറഞ്ഞു തരണമെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, മൽ മസ്ഊലു അൻഹാ ബിഅലമ മിനസ് സാഇൽ, ഈ വിഷയത്തിൽ സായിലായ നിങ്ങളും മസ്ഊലായ ഞാനും ഒരുപോലെയാണ്. അഥവാ അതിനെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്നത് മാത്രമാണ് എനിക്കും അറിയാവുന്നത്, അതിന്റെ അപ്പുറം എനിക്കൊന്നും അറിയില്ല. കാരണം എപ്പോഴാണ് ലോകാവസാനം, എപ്പോഴാണ് ഖിയാമത്ത് നാൾ, ഈ ലോകത്തിനൊരു അവസാനമുണ്ട് എന്നും അതിന്റെ അപ്പുറം അന്ത്യമില്ലാത്ത അനശ്വരമായ ശാശ്വതമായ എന്നെന്നും നിലനിൽക്കുന്ന ഒരു ജീവിതമുണ്ട് എന്ന് ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ എപ്പോഴാണ് അത് സംഭവിക്കുക എന്നത് ലോകത്തിന്റെ സൃഷ്ടാവായ റബ്ബുൽ ആലമീനായ പടച്ച തമ്പുരാനല്ലാതെ വേറെ ഒരാൾക്കും അത് അറിയാൻ കഴിയില്ല. അത് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയതാണ്. ആമുഖമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓതി വെച്ച നമുക്കെല്ലാവർക്കും സുപരിചിതമായ വിശുദ്ധ ഖുർആനിലെ ചെറിയ അധ്യായം, ഖുർആനിന്റെ 30-ാമത്തെ ജുസ് ആയ അമ്മ ജുസിലെ സൂറത്തുൻ നബയിന് ശേഷം കടന്നു വരുന്ന സൂറത്തുൻ നാസിയാത്ത്, വെറും 46 ആയത്തുകളുള്ള 1.5 പേജ് മാത്രമുള്ള ഖുർആനിന്റെ ചെറിയ അധ്യായമായ വിശുദ്ധ ഖുർആനിന്റെ 79-ാം അധ്യായം സൂറത്തുൻ നാസിയാത്തിന്റെ 42 മുതൽ 46 വരെയുള്ള ആയത്തുകൾ. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യസ്അലൂനക അനിസ്സാഅതി അയ്യാന മുർസാഹ, പ്രവാചകരെ താങ്കളോട് ജനങ്ങൾ വന്നിട്ട് ചോദിക്കുകയാണ്. എന്താണ് അവർ ചോദിക്കുന്നത്, എന്തിനെ പറ്റിയാണ് അവർക്ക് ചോദിക്കാനുള്ളത്? അനിസ്സാഅ, അന്ത്യസമയത്തെ കുറിച്ച്. അതിനെക്കുറിച്ച് പ്രവാചകരെ എന്താണ് താങ്കളോട് ജനങ്ങൾക്ക് ചോദിക്കാനുള്ളത്? അയ്യാന മുർസാഹ, എപ്പോഴാണ് പ്രവാചകരെ അതിന്റെ സംഭവ്യം, അത് സംഭവിക്കുന്നത് എപ്പോഴാണ് എന്നാണ് ജനങ്ങൾ പ്രവാചകരെ താങ്കളോട് ചോദിക്കുന്നത്. ഫീമ അൻത മിൻ ദിക്റാഹ, അതിനെ സംബന്ധിച്ച് പ്രവാചകരെ താങ്കൾ ഏതൊരവസ്ഥയിലാണ്, അഥവാ പ്രവാചകരെ താങ്കൾക്ക് എന്താണ് പ്രസ്താവിക്കാനുള്ളത്? ഇലാ റബ്ബിക മുൻതഹാഹ, അതിന്റെ കലാശം നിന്റെ റബ്ബിന്റെ അടുക്കലാണ്. അതിനെ സംബന്ധിച്ചറിയുന്നവൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാത്രമാണ്. എന്നാൽ പ്രവാചകരെ പിന്നെ എന്താണ് താങ്കളുടെ ഡ്യൂട്ടി? ഇന്നമാ അൻത മുൻദിറു മൻ യഖ്ശാഹ, അതിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് താക്കീത് നൽകുന്ന ഒരു താക്കീതുകാരൻ മാത്രമാണ് നബിയേ താങ്കൾ. ലോകത്ത് അല്ലാഹുവല്ലാതെ വേറൊരാൾക്കും അതറിയില്ല. പ്രവാചകന്റെ അടുക്കൽ വന്ന് ജനങ്ങൾ ചോദിച്ച ചോദ്യങ്ങളിൽ ഒരു ചോദ്യമാണ്, എപ്പോഴാണ് ലോകാവസാനം? ആ ചോദ്യം അവർ ചോദിക്കുന്നത് ഏത് അർത്ഥത്തിലാണെന്ന് ഖുർആൻ അത് മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു. യസ്അലൂനക കഅന്നക ഹഫിയ്യുൻ അൻഹാ, പ്രവാചകരെ താങ്കൾ അതിനെ സംബന്ധിച്ച് കിണഞ്ഞന്വേഷിച്ചഥവാ രഹസ്യമായി അന്വേഷിച്ചറിഞ്ഞ് മനസ്സിലാക്കി വെച്ചു എന്ന ധാരണയോടുകൂടിയാണ് ജനങ്ങൾ താങ്കളോട് വന്ന് ചോദിക്കുന്നത്. പ്രവാചകരെ താങ്കൾ മറുപടി കൊടുക്കണം. ഖുൽ ഇന്നമാ ഇൽമുഹാ ഇൻദല്ലാഹ്, അതിനെ സംബന്ധിച്ചുള്ള അറിവ് അള്ളാന്റെ അടുക്കൽ മാത്രമാണ്. ഖുൽ ഇന്നമാ ഇൽമുഹാ ഇൻദ റബ്ബി എന്നിങ്ങനെയുള്ള വ്യത്യസ്തമായ പ്രയോഗങ്ങൾ നമുക്ക് കാണാം.
അതിനെക്കുറിച്ച് അറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. ഈ ചോദ്യകർത്താവിന്റെ ചോദ്യത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിലക്ക് മറുപടി പറഞ്ഞു. ആ മനുഷ്യൻ വീണ്ടും ചോദിക്കുകയാണ്, അഖ്ബിർനി അന അമാറാത്തിഹാ, എങ്കിൽ പ്രവാചകരെ അതിന്റെ അമാറാത്തുകൾ അഥവാ അതിന്റെ അലാമാത്തുകൾ, അതിന്റെ അടയാളങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്ക് പറഞ്ഞു തരിക. ഏതാനും ചില അടയാളങ്ങൾ അവിടെ നിന്ന് എണ്ണി പറയുകയാണ്. أن تلد الأمة ربتها وأن ترى الحفاة العراة العالة رعاء الشاة يتطاولون في البنيان. ചില അടയാളങ്ങളൊക്കെ എണ്ണി പറഞ്ഞു കൊടുത്തു. എല്ലാം കഴിഞ്ഞു. ആ മനുഷ്യൻ അവിടുന്ന് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സദസ്സിൽ ഉണ്ടായിരുന്ന ആളുകളൊക്കെ പോയി. അവസാനം ഉമർ റളിയല്ലാഹു അൻഹു പറയാ, ഞാൻ മാത്രം കുറച്ചേരം അവിടെ വെയിറ്റ് ചെയ്തു. ഞാൻ ഇച്ചിരി നേരം കൂടി അവിടെ ഇരുന്നു. പ്രവാചകൻ എന്നോട് ചോദിച്ചു, അത്തദരി മനിസായിൽ, ഉമറെ ആ സായിൽ ആരാണെന്നറിയോ? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ഫഇന്നഹു ജിബ്രീൽ അതാകും യുഅല്ലിമുകും ദീനകും. അതാണ് ജിബ്രീൽ, നിങ്ങളെ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യന്റെ കർമ്മപരമായ വിശ്വാസപരമായ കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായി എണ്ണി എണ്ണി പറഞ്ഞു കൊടുക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യരൂപത്തിൽ ആ സദസ്സിലേക്ക് വന്നത് എന്തിനായിരുന്നു? ദീനുൽ ഇസ്ലാമിനെ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇസ്ലാം കാര്യമാണെങ്കിലും ഈമാൻ കാര്യങ്ങളും അതിൽ ഒന്നാമതായി പറയുന്നത് എന്താണ്? നമ്മുടെ വിശ്വാസപരമായ മേഖലകളാണ്. വളരെ വിശാലമായി പ്രമുഖ പണ്ഡിതൻ ബഹുമാന്യനായ എന്റെ സഹോദരൻ സുഹൃത്ത് ഉനൈസ് പാപ്പിനിശ്ശേരി വളരെ വിശദമായി ഇവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞ വിഷയമാണ്. നമ്മൾ ചെയ്യുന്ന ഏതൊരു അമലാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കണമെങ്കിൽ ഒന്നാമതായി നമ്മുടെ വിശ്വാസപരമായ മേഖലകൾ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ നാം ഓരോരുത്തരും ക്രമീകരിക്കേണ്ടതും. ഖുർആനിൽ നിന്ന് പഠിക്കണം നമ്മുടെ വിശ്വാസം എങ്ങനെയെന്ന്. അതിന്റെ വിശദീകരണമായ പ്രവാചക അധ്യാപനങ്ങളിൽ നിന്നാണ് ഇസ്ലാമിന്റെ വിശ്വാസ സംഹിത നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ളതുപോലെ ദീൻ പറയുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. ഓരോരുത്തരും അവരവർക്ക് തോന്നിയതുപോലെ പറയുക. ഓരോ സംഘടനക്കാരും അവരുടെ ഇഷ്ടാനുസരണം വിശദീകരിക്കുക. ധാരാളം സംഘടനകളും ഗ്രൂപ്പുകളും ത്വരീഖത്തുകളും ഇസ്സങ്ങളും എല്ലാം കടന്നു വരിക. അവർ അവരുടേതായ ശൈലിക്കനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് പല കാര്യങ്ങളും ചർച്ച ചെയ്യുമ്പോൾ കേരള നദ്വത്തുൽ മുജാഹിദീൻ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഇസ്ലാമിന്റെ സകല വശങ്ങളും ജനങ്ങളുടെ മുന്നിൽ കൃത്യമായി നേർക്ക് നേരെ വക്രതയില്ലാതെ, വളവില്ലാതെ, കളങ്കമില്ലാതെ, കാപട്യമില്ലാതെ നേരായ നിലക്ക്, ലളിതമായ നിലക്ക് ജനങ്ങളുടെ മുന്നിൽ കൃത്യമായി വിശദീകരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒന്നാമതായി നമ്മുടെ വിശ്വാസം നമ്മൾ ശരിയാക്കണം. ജീവിതത്തിൽ എത്ര അമല് ചെയ്തിട്ടും കാര്യമില്ല. കാരണം എന്താ? വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ലൈന അശറക്ത ലയഹ്ബതുന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. ലൈന അശറക്ത, നീ എങ്ങാനും ശിർക്ക് ചെയ്താൽ, അല്ലാഹുവിൽ പങ്കു ചേർച്ചാൽ, അല്ലാഹുവിലുള്ള വിശ്വാസത്തിൽ പുഴുക്കുത്തുകൾ സംഭവിച്ചാൽ, ലയഹ്ബതുന്ന അമലുക, നിന്റെ അമലുകളെല്ലാം ബാത്തിലാണ്, സകല സൽക്കർമ്മങ്ങളും നിഷ്ഫലമാണ്. ജീവിതത്തിൽ നീ ഒരുപാട് അമലു സ്വാലിഹാത്തുകൾ അനുഷ്ഠിച്ചിട്ടുണ്ടാകും. ഒരുപാട് സൽക്കർമ്മങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് നീ കടത്തിവിട്ടിട്ടുണ്ടാകും. നമസ്കാരമുണ്ട്, സക്കാത്തുണ്ട്, നോമ്പുണ്ട്, ഹജ്ജുണ്ട്, ഉംറയുണ്ട്, ഖുർആൻ പാരായണമുണ്ട്, ദിക്റുണ്ട്, ദുആയുണ്ട്, സ്വലാത്തുണ്ട്, ജീവകാരുണ്യ പ്രവർത്തനങ്ങളുണ്ട്. ജനങ്ങൾക്ക് അത്തടിയായി നിലകൊണ്ടിട്ടുണ്ട്. ഏതെല്ലാം തരത്തിലുള്ള നന്മകൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടായാലും നിന്റെ വിശ്വാസത്തിൽ എന്തെങ്കിലും പുഴുക്കുത്തുകൾ സംഭവിച്ചാൽ അമലുക, നിന്റെ ജീവിതത്തിലേക്ക് ശിർക്ക് കടന്നു വന്നാൽ അമലുകളെല്ലാം ബാത്തിലാണ്. വലതകൂനന്ന മിനൽ ഖാസിരീൻ, എല്ലാ അമലും ബാത്തിലായി അവസാനം നീ നഷ്ടക്കാരിൽ പെട്ടുപോകുമെന്നാണ് ഖുർആൻ നമുക്ക് ഓതിത്തരുന്നത്. എത്ര അമലുണ്ടായാലും പരലോകത്ത് കഴിച്ചിലാവില്ല. എത്ര അമലുണ്ടായാലും കഴിച്ചിലാവും. നോക്ക് നിങ്ങൾ, വിശുദ്ധ ഖുർആനിലെ ചെറിയൊരു അധ്യായം, നമുക്കൊക്കെ അറിയാം, സൂറത്തുൽ ഗാശിയ ഖുർആനിന്റെ 88-ാം അധ്യായമാണ്. ചെറിയ അധ്യായമാണ്. വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിലേക്ക് പാരായണം ചെയ്യുന്ന, പെരുന്നാൾ
നമസ്കാരത്തിലേക്ക് പാരായണം ചെയ്യൽ പ്രത്യേകം സുന്നത്തുള്ള ഖുർആനിന്റെ 88-ാം അധ്യായം സൂറത്തുൽ ഗാശിയ. എന്താണ് അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? ഹൽ അതാക ഹദീസുൽ ഗാശിയ വജൂഹു യൗമഇദിൻ ഖാശിഅ ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ തുസ്ഖാ മിൻ ഐനിൻ ആനിയ ലൈസ ലഹും ത്വആമുൻ ഇല്ലാ മിൻ ضريع ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂഅ്. അതാക ഹദീസുൽ ഗാശിയ. പ്രവാചകരെ, എല്ലാത്തിനെയും മൊത്തത്തിൽ മൂടിക്കളയുന്ന, എല്ലാത്തിനെയും മൊത്തത്തിൽ സംഭവിക്കുന്ന ആ സംഭവത്തെ കുറിച്ചുള്ള വർത്തമാനം നബിയെ താങ്കൾക്ക് വന്നെത്തിയോ? ഒന്നാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഖിയാമത്ത് നാളിനെ കുറിച്ചാണ്. രണ്ടാമത്തെ ആയത്തിൽ അല്ലാഹു പരലോകവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയാണ്. വുജൂഹു യൗമഇദിൻ ഖാശിഅ. വുജൂഹുൻ, ചില മുഖങ്ങൾ, യൗമഇദിൻ, അന്നേ ദിവസം, ഖാശിഅത്, ഖുശൂഉള്ളതാണ്, വിനയം കാണിക്കുന്നതാണ്, താഴ്മ പ്രകടിപ്പിക്കുന്നതാണ്. അല്ലാഹുവിന്റെ പരലോകത്ത് വിചാരണയുടെ കോടതിയിൽ വരുമ്പോൾ അതാ ചില മുഖങ്ങൾ വളരെ ഭക്തിയോടുകൂടി വിനയത്തോടെ താഴ്മയോടെ അള്ളാഹുവിന്റെ മുന്നിൽ എത്തി നിൽക്കുന്ന ചില മുഖങ്ങളുണ്ട്. ആ മുഖങ്ങളെ പറ്റി എടുത്ത ആയത്തിൽ അല്ലാഹ് പറയുകയാണ്, ആമിലത്തുൻ നാസിബ. പണിയെടുത്ത് ക്ഷീണിച്ച മുഖങ്ങളാണ്. വെറുതെ പരലോകത്തേക്ക് വന്നവരല്ല. ദുനിയാവിൽ ഒരുപാട് അധ്വാനിച്ചവരാണ്, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തവരാണ്, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരാണ്, ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് അവരതാ മുന്നിൽ നിന്ന് മാതൃക കാണിച്ചവരാണ്, അയൽവാസിയെ പരിഗണിച്ചവരാണ്, കുടുംബ ബന്ധം പുലർത്തിയവരാണ്, കരയുന്നവന്റെ കണ്ണീരൊപ്പിയവരാണ്, പ്രയാസപ്പെടുന്നവന് കൈത്താങ്ങായി മാറിയവനാണ്. ജീവിതത്തിൽ ഒരുപാട് അമലുകൾ ചെയ്തുകൊണ്ട് എത്രത്തോളം പണിയെടുത്ത് ക്ഷീണിച്ച മുഖങ്ങളാ. ഒരുപാട് പണിയെടുത്തിട്ട് പരലോകത്ത് വന്നവരാ, ഒരു പണിയും ചെയ്യാണ്ട് വന്നവരല്ല. ഒരു മനുഷ്യൻ പണിയൊന്നും ചെയ്തില്ല, ആ മനുഷ്യന് ഒന്നും കൊടുത്തില്ല, കൂലി കൊടുത്തില്ല, നമുക്ക് ആർക്കും വിഷമല്ല. പണിയെടുത്തിട്ട് കൂലി കിട്ടാതിരിക്കാന്ന് പറഞ്ഞാൽ എത്രമാത്രം സങ്കടകരമാണ്. ഒരുപാട് പണിയെടുത്ത് എത്രത്തോളം അവരുടെ അധ്വാനത്തിന്റെ ഫലമെന്നോണം വിയർപ്പിന്റെ കണങ്ങൾ അവരുടെ വദനങ്ങളിൽ പ്രകടമാണ്. പണിയെടുത്ത് ക്ഷീണിച്ച മുഖങ്ങൾ. എന്നിട്ട് അള്ളാന്റെ മുന്നിൽ താഴ്മയോടെ നിൽക്കുകയാണ്, വിനയത്തോടെ നിൽക്കുകയാണ്. ഈ മുഖങ്ങളെ പറ്റിയാണ് അടുത്ത ആയത്തിൽ അല്ലാഹ് പറഞ്ഞത്, തസ്ലാ നാറൻ ഹാമിയ, തസ്ലാ നാറൻ ഹാമിയ, തസ്ലാ നാറൻ ഹാമിയ. ആ മുഖങ്ങൾ സ്വർഗത്തിലാണ് എന്നല്ല, ആ മുഖങ്ങൾ സ്വർഗത്തിലാണെന്നല്ല ഖുർആൻ പറയുന്നത്. നേരെ മറിച്ച് തസ്ലാ നാറൻ ഹാമിയ, ആ മുഖങ്ങളുണ്ടല്ലോ ചൂടേറിയ നരകാഗ്നിയിൽ കടന്ന് എരിയുന്നതാണ്. തുസ്ഖാ മിൻ ഐനിൻ ആനിയ, ചുട്ടു തിളക്കുന്ന പാനീയമാണ് അവർക്ക് അവിടെ കുടിപ്പാനായി നൽകപ്പെടുന്നത്. ലൈസ ലഹും ത്വആമുൻ ഇല്ലാ മിൻ ضريع. ضريعിൽ നിന്നല്ലാതെ മറ്റൊരു ഭക്ഷണവും അവർക്കുണ്ടായിരിക്കുന്നതല്ല. എന്താണ് ضريع എന്ന് പറഞ്ഞാൽ? ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂഅ്. ശരീരത്തിനൊരു പോഷണം ലഭിക്കില്ല, വിശപ്പിന് ശമനവും ലഭിക്കില്ല. നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുന്നവരാണ്. എന്തിനാ ഭക്ഷണം കഴിക്കുന്നത്? അതിലൂടെ എന്തെങ്കിലും പ്രോട്ടീനുകൾ, അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് കിട്ടണം, എന്തെങ്കിലും പോഷണം ലഭിക്കണം. ഇനി ഒന്നല്ല, ഒരു ഗുണമില്ല എന്ന് തോന്നിയാൽ പോലും നമ്മൾ കഴിക്കുന്നത് കുറച്ചു നേരത്തേക്ക് കട്ടിയായിട്ട് വയറ്റിൽ നിന്ന് കിടക്കണം, വിശപ്പറിയരുത്. ഖുർആൻ പറയാ, ഈ ത്വരി എന്ന് പറയുന്നത് വിശപ്പിന് ശമനം ലഭിക്കില്ല, ശരീരത്തിന് പോഷണവും ലഭിക്കില്ല, അഥവാ ശിക്ഷയുടേതായ നരകത്തിൻ്റെതായ ഭക്ഷണം. ഇത്രയും പണിയെടുത്തിട്ടും പരലോകത്ത് വന്നിട്ട് പോലെ അങ്ങനെ ആയിപ്പോയി. അള്ളാഹു ക്രൂരനായത് കൊണ്ടാണോ? അള്ളാഹു നീതി കാണിക്കാത്തത് കൊണ്ടാണോ? അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീൻ. വിധികർത്താക്കളിൽ വെച്ച് ഏറ്റവും നല്ല വിധികർത്താവല്ലയോ അല്ലാഹ്? സംശയമാണോ? വലാ യദ്ലിമു റബ്ബുക അഹദാ. നിന്റെ റബ്ബ് ഒരാളോട് പോലും ഒരു തരിമ്പ് പോലും അനീതി കാണിക്കുന്നവനല്ല. ഇത്രയൊക്കെ ചെയ്തിട്ടും അമലുണ്ടായിട്ടും പരലോകത്ത് കഴിച്ചിലാകുന്നില്ല. കാരണം സൂറത്തുൽ കഹ്ഫ് നമ്മളൊന്ന് പരിശോധിക്കുക. നമ്മളൊക്കെ വെള്ളിയാഴ്ച ദിവസം പാരായണം ചെയ്യൽ സുന്നത്തായ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴും ഓതുന്ന, പല ആളുകൾക്കും മനഃപ്പാടമുള്ള
മാന പോലും മനസ്സിലാക്കി വെച്ചിട്ടുള്ള, മാത്രമല്ല ഒരു വിശ്വാസിയുമായി എത്രത്തോളം അത് ആ സൂറത്തിന് ബന്ധമുണ്ട് എന്ന് ചോദിച്ചാൽ, സൂറത്തുൽ കഹ്ഫ് എല്ലാ വെള്ളിയാഴ്ചയും ഓതുന്നത് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽ വലിയ അടയാളങ്ങളിൽപ്പെട്ടതാണ് ദജ്ജാലിന്റെ പുറപ്പാട്. ദജ്ജാൽ ഉണ്ടാക്കുന്ന ഫിത്നയോളം വലിയ ഫിത്ന വേറൊന്നുമില്ല. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന, ലോക മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന ഫിത്നയും പരീക്ഷണവും എല്ലാം ചെറുതാണ്. കാരണം ദജ്ജാലിന്റെ ഫിത്നയാണ് അതിനേക്കാളൊക്കെ വലുത്. അതുകൊണ്ട് തന്നെ ഫർദിലായാലും സുന്നത്തിലായാലും ദജ്ജാലിന്റെ ഫിത്നയെ തൊട്ട് അള്ളാഹിനോട് കാവൽ തേടാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന് സലാം വീട്ടിയിട്ടില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നമ വമിൻ അദാബിൽ ഖബ്രി വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാ, ഖുർആനിന്റെ ആയത്ത് പഠിപ്പിക്കുന്നത് പോലെ അത്ര പ്രാധാന്യത്തോടു കൂടി റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പഠിപ്പിച്ചെന്ന ദിക്റാണിത്. തശഹുദിൽ അത്തഹിയാത്തിൽ സലാം വീട്ടുന്നതിന് മുമ്പായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ചൊല്ലുമായിരുന്നു, ഫർദിലാണെങ്കിലും സുന്നത്തിലായാലും. അപ്പൊ ദജ്ജാലിന്റെ ഫിത്ന എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഭയാനകമായ ഫിത്നയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ദജ്ജാൽ വരുന്ന കാലഘട്ടത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ കാണാനുള്ള പൂതി വെച്ചിട്ട് അവന്റെ മുന്നിലേക്ക് ഒരിക്കലും നിങ്ങൾ പോകരുത്. കാരണം എന്താ പറയാ, മുന്നിൽ ചെന്ന പെട്ടു പിഴച്ചു പോകും. ഇത്ര വലിയ ഫിത്നക്കാരനാണ്. ഇനി അറിയാതെ എങ്ങാനും ആ ദജ്ജാലിന്റെ മുന്നിൽ നിങ്ങൾ പെട്ടുപോയാൽ അവനിൽ നിന്ന് രക്ഷ തേടാൻ സൂറത്തുൽ കഹ്ഫിന്റെ 1 മുതൽ 10 വരെയുള്ള ആയത്തുകൾ അവൻ പാരായണം ചെയ്തു കൊള്ളട്ടെ. അപ്പൊ സൂറത്തുൽ കഹ്ഫിന്റെ 1 മുതൽ 10 വരെ പഠിച്ചു നോക്ക, മനസ്സിലായില്ലേ? കാണാതെ പഠിച്ചു നോക്ക. അപ്പൊ ഇത്രമാത്രം ഒരു വിശ്വാസിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഗുഹാവാസികളായ ഔലിയാക്കളായ ആളുകളുടെ ചരിത്രം പറയുന്ന, തൗഹീദിന് വേണ്ടി പടപൊരുതിയ, ശിർക്ക് നിലനിൽക്കാനായി ആ നാട്ടിൽ ദഖിയാനൂസ് എന്ന് പറയുന്ന ഒരു രാജാവ് തൗഹീദ് ഉൾക്കൊണ്ട ആളുകളെ, അഥവാ ബഹുദൈവ വിശ്വാസം സ്വീകരിക്കാത്ത ആളുകളെ കൊന്നുകളയുമെന്ന് പറയുമ്പോ, ആ രാജാവിൽ നിന്ന് അഭയം തേടി ഗുഹയിൽ അഭയം പ്രാപിച്ച 300 കൊല്ലക്കാലം ഗുഹയിൽ ഉറങ്ങിക്കിടന്ന ഗുഹാവാസികളായ ചെറുപ്പക്കാരായ ഔലിയാക്കളുടെ ചരിത്രം പറയുന്ന വിശുദ്ധ ഖുർആനിലെ വളരെ ഇമ്പോർട്ടന്റ് അധ്യായമാണ് സൂറത്തുൽ കഹ്ഫ് 18-ാമത്തെ അധ്യായം. പഠിക്കണം, പാരായണം ചെയ്യണം. അതിന്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ വന്നാൽ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓതി തരുന്ന ചില കാര്യങ്ങൾ എന്താ? ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا أولئك الذين كفروا بآيات ربهم ولقائه فحبطت أعمالهم فلا نقيم لهم يوم القيامة وزنا ذلك جزاؤهم جهنم بما كفروا اتخذوا آياتي ورسلي هزوا. പ്രവാചകരെ അങ്ങ് പറയുക, ചോദിക്കുക, ഹൽ നുനബ്ബിഉകും, നാം താങ്കൾക്ക് വിവരം നൽകട്ടെയോ, ബിൽ അഖ്സരീന അഅമാല, കർമ്മങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയ ആളുകളെ സംബന്ധിച്ച് നാം നിങ്ങൾക്ക് വിവരം നൽകട്ടെയോ? അമലില്ലാതെ നഷ്ടത്തിലായവരല്ല, അമലുണ്ടായിട്ടും നഷ്ടത്തിലായി പോയ ആളുകളെ പറ്റി പ്രവാചകരെ താങ്കൾക്ക് നാം വിവരം നൽകട്ടെയോ? അല്ലദീന, യാതൊരു കൂട്ടരാണ് അവർ, അവരുടെ ദുനിയാവിന്റെ ജീവിതത്തിലെ പ്രയത്നങ്ങൾ, അധ്വാനങ്ങൾ എല്ലാം പിഴച്ചു പോയിരിക്കുകയാണ്, എല്ലാം പാഴായി പോയിരിക്കുകയാണ്. എന്നാൽ അവരാകട്ടെ യക്സബൂന, അവർ വിചാരിക്കുകയും ചെയ്തു, അന്നഹും യുഹ്സിനൂന സുൻആ, തങ്ങളുടെ പ്രവൃത്തികൾ ഏറ്റവും നന്നായി ചെയ്തു എന്നാണ് അവർ കരുതിയത്. അങ്ങനെയുള്ള എല്ലാവർക്കും നമ്മളെ പാർട്ടിയാ ശരിയായ പാർട്ടി, ഞങ്ങളാണ് ശരിയായ സുന്നത്ത് ജമാഅത്ത്, ഞങ്ങളാണ് ശരിയായ ഖുർആനിന്റെ സുന്നത്തിന്റെ റൂട്ടിൽ, ബാക്കിയുള്ളവരൊക്കെ പേച്ചവടി. എല്ലാ പാർട്ടിക്കാരും ഇങ്ങനെയാണ് അവകാശവാദം ഉന്നയിക്കാൻ. ഞങ്ങൾ നേരായ റൂട്ടിലൂടെ പോകുന്നവർ, ഞങ്ങൾ മാത്രമാണ് ശരി. ഖുർആൻ പറയാ, അവർ വിചാരിച്ചു അവരുടെ പ്രവൃത്തികൾ അവർ ഏറ്റവും നന്നായി ചെയ്യുന്നു എന്നാണ്. ഞങ്ങൾ ചെയ്യുന്നത് നല്ല മൊഞ്ചുള്ള പ്രവർത്തനമാണ്, ഏറ്റവും നല്ലതാണ് എന്നൊക്കെ കരുതിയിട്ടാണ് അവർ ചെയ്തത്. പക്ഷേ അവരുടെ പ്രയത്നങ്ങളെല്ലാം പാഴായി പോയി. ഉലൈകല്ലദീന കഫറൂ ബിആയാതി റബ്ബിഹിം വലിഖാഇഹി, അല്ലാഹുവിന്റെ വചനങ്ങളെ, ദൃഷ്ടാന്തങ്ങളെ, അവരുമായിട്ടുള്ള ലിഖാഇനെ, അതിനെയെല്ലാം അവർ നിഷേധിച്ചവരാണ്. അവരുടെ വിശ്വാസപരമായ കാര്യങ്ങൾ പൂർത്തീകരിച്ചിരുന്നില്ല.
അതുകൊണ്ട് തന്നെ ഫഹബിത്വത് അഅ്മാലുഹും, അവരുടെ അമലുകളെല്ലാം ബാത്തിലായി പോയി. ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്നാ, നാളെ ഖിയാമത്ത് നാളിൽ അവരുടെ കർമ്മങ്ങൾക്ക് യാതൊരുവിധ തൂക്കവും നാം കൽപ്പിക്കുന്നതല്ല. അവരുടെ അമല് തൂങ്ങൂല. തുലാസിൽ വെച്ച് തൂക്കി നോക്കുന്ന രംഗുണ്ടല്ലോ. ഖുർആൻ അത് പറയുന്നുണ്ട്. സൂറത്ത് ആറാഫിൽ പറയുന്നുണ്ട്, സൂറത്തുൽ ഖാരിയ ചെറിയ അധ്യായം നമുക്കൊക്കെ അറിയാം. എന്താ അവിടെ പറഞ്ഞത്? ഫഅമ്മാ മൻ സഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിർ റാദിയ വഅമ്മാ മൻ ഖഫ്ഫത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ വമാ അദ്റാക മാ ഹിയ നാറുൻ ഹാമിയ. അപ്പോൾ ഏതൊരു മനുഷ്യന്റെ തുലാസുകൾ കനം തൂങ്ങുന്നുവോ അവൻ തൃപ്തികരമായ ജീവിതത്തിലാണ്. ആരുടെ തുലാസുകൾ കനം കുറഞ്ഞു പോയോ അവന്റെ സങ്കേതം ഹാവിയത്താണ്. എന്താണ് ഹാവിയ എന്ന് നിനക്കറിയുമോ? അത് ചൂടേറിയ നരകമാണ്. ഖുർആൻ പറയുകയാണ്, ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്നാ, നാളെ ഖിയാമത്ത് നാളിൽ അവരുടെ കർമ്മങ്ങൾക്ക് യാതൊരുവിധ തൂക്കവും നാം കൽപ്പിക്കുന്നതല്ല. ذَلِكَ ജസാഉഹും ജഹന്നം, അതത്രേ അവർക്കുള്ള പ്രതിഫലം, അഥവാ ജഹന്നമാണ്, നരകമാണ്. അമലുണ്ടായത് കൊണ്ട് ഒരാൾ പരലോകത്ത് രക്ഷപ്പെടുന്നില്ല. പണിയെടുത്തത് കൊണ്ട് പരലോകത്ത് കൂലി കിട്ടൂല. അതിന് കൂലി കിട്ടണമെങ്കിൽ ആ പണി ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നിങ്ങളുടെ വിശ്വാസം, അടിത്തറ, ഫൗണ്ടേഷൻ അത് ഭദ്രാകണം. അതിന്റെ മുകളിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? പടുത്തുയർത്തേണ്ടത്. അതുകൊണ്ടാണ് കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ എപ്പോഴും വിശ്വാസപരമായ കാര്യങ്ങളെ സംബന്ധിച്ച് അതിന് പ്രാധാന്യം നൽകി, അതിന് മുൻതൂക്കം നൽകി എന്നും ജനങ്ങളോട് വിശ്വാസപരമായ കാര്യങ്ങൾ മാത്രം ഇസ്ലാഹി പ്രസ്ഥാനം സംസാരിക്കുന്നതിന് കാരണം അതാണ്. അമല് ചെയ്തിട്ട് നാളെ പരലോകത്ത് നഷ്ടക്കാരായി തീരുന്ന ഒരു ദുരന്തം, ഒരു ദയനീയാവസ്ഥ, ഒരു ഗതികേട്, ഒരു ഇടങ്ങേറ് നമ്മുടെ സഹോദരങ്ങൾക്ക് ഉണ്ടാകരുത്. ഒരുപാട് അമലുമായി പരലോകത്ത് വന്നു. എന്നിട്ട് ഖുർആൻ പറയാ കസറാബിൻ ബിഖിഅ, അവരുടെ പ്രവർത്തനത്തിന്റെ ഉപമ എന്ന് പറഞ്ഞാൽ മരുഭൂമിയിലെ മരീചിക പോലെയാണ്, മരുഭൂമിയിലെ കാനൽ ജലം പോലെ. യഹ്സബുൽ ളബ്ആനു മാഅ, ദാഹിക്കുന്നവൻ അത് വെള്ളമാണെന്ന് വിചാരിക്കും. ഹത്താ ഇദാ ജാഅഹു ലം യജിദ്ഹു ശൈഅ വവജദല്ലാഹ ഇൻദഹു ഫവഫാഹു ഹിസാബ. അങ്ങനെ അവൻ അതിന്റെ അടുക്കൽ ചെന്ന് നോക്കിയാൽ അവൻ ഒന്നും കാണാൻ കഴിയില്ല എന്നാ. നമ്മളൊക്കെ നമുക്കറിയാം, ശക്തമായ വെയില്, ചൂട്, അതുണ്ടാക്കിയ ആഘാതം എത്രത്തോളമാണ് എന്ന് നമ്മൾ എല്ലാവരും കഴിഞ്ഞ 1-2 ആഴ്ചകൾക്ക് മുമ്പ്, ഇപ്പോഴും അത് പൂർണ്ണമായും വിട്ടുമാറിയിട്ടില്ല, നമ്മുടെ നാട്, നമ്മുടെ സംസ്ഥാനം മുഴുവൻ ചർച്ച ചെയ്തതാണ്. സൂര്യതാപമേറ്റ് ശരീരം പൊള്ളിപ്പോയവരും മരണത്തിന് കീഴടങ്ങിയവരും ആ വാർത്തകളെല്ലാം നമ്മൾ വായിച്ചു പോയവരാണ്. നല്ല നട്ടുച്ച സമയത്ത്, നല്ല വെയിലുള്ള സമയത്ത് നാഷണൽ ഹൈവേയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നല്ല റബ്ബർ റൈസിംഗ് റോഡാണെങ്കിൽ റോഡിന്റെ ഒരു അറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് നോക്കിയാൽ റോഡിൽ വെള്ളം കിടക്കുന്നത് പോലെ തോന്നും. ഖുർആൻ പറയാ യഹ്സബൂഹും പറഞ്ഞു വന്നത്, വിശ്വാസം ശരിയായില്ല എങ്കിൽ നാളെ പരലോകത്ത് നമ്മുടെയൊക്കെ കർമ്മങ്ങളുടെ അവസ്ഥ, അതിന്റെ ഉദാഹരണം, അതിന്റെ ഉപമ ഖുർആൻ പറയാണ് കസറാബിൻ ബിഖിഅ, മരുഭൂമിയിലെ മരീചിക പോലെ. യഹ്സബുൽ ളംആനു മാഅ, ദാഹിക്കുന്നവൻ അത് വെള്ളമാണെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ അതിന്റെ അടുത്ത് ചെന്ന് നോക്കിയാൽ അവനൊന്നും കാണാൻ കഴിയില്ല. നട്ടുച്ച നേരത്തെ നാഷണൽ ഹൈവേയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ റോഡിന്റെ ഒരു അറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് നോക്കിയാൽ റോഡിൽ വെള്ളം കിടക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും, നമുക്ക് തോന്നും, അനുഭവപ്പെടും. അതിന്റെ അടുത്ത് ചെന്ന് നോക്കിയാൽ ഒന്നും ഉണ്ടാവില്ല. ഇതാണ് പല ആളുകളുടെയും പ്രവർത്തനത്തിന്റെ ഉപമ എന്ന് വിശുദ്ധ ഖുർആൻ പറയാം. ഒരുപാട് ചെയ്തിട്ടുണ്ട്, പരലോകത്ത് ചെല്ലുമ്പോൾ ഒന്നും അവർക്ക് കാണാൻ പറ്റൂല. മറ്റൊരു ഉദാഹരണമായി ഖുർആൻ പറഞ്ഞത് ഔ കദുലുമാതിൻ ഫീ ബഹരിൽ ലുജ്ജി യഗ്ശാഹു മൗജും മിൻ ഫൗഖിഹി മൗജും മിൻ ഫൗഖിഹി സഹാബ് ളുലുമാതും ബഅദുഹാ ഫൗഖ ബഅദ് ഇദാ അഖ്റജ യദഹു ലം യകദ് യറാഹാ വമൻ ലം യജഅലില്ലാഹു ലഹു നൂറൻ ഫമാ ലഹു മിൻ നൂർ. ആഴമേറിയ സമുദ്രത്തിലെ അന്ധകാരങ്ങളെ പോലെ എന്നാണ്. സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് ചെല്ലും തോറും അതിന്റെ അന്ധകാരം വർദ്ധിക്കുകയാണ്. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുമ്പോൾ ഖുർആൻ നടത്തിയൊരു പ്രയോഗം എന്താ? ഫനാദ ഫിദ്ദുലുമാതി, അന്ധകാരങ്ങളിൽ വെച്ച് അദ്ദേഹം വിളിച്ച് പ്രാർത്ഥിച്ച സന്ദർഭം എന്നാണ് ഖുർആൻ പറഞ്ഞത്. സമുദ്രത്തിന്റെ അടിയിലേക്ക് ചെല്ലും തോറും അതിന്റെ
കാലം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. ഒരു മനുഷ്യൻ തന്റെ കൈകൾ തന്റെ കണ്ണിനോട് ചേർത്ത് വെച്ചാൽ പോലും അവന് കാണാൻ കഴിയില്ല. ഒന്നിനു മീതെ മറ്റൊന്നായി അനേകം ഇരുട്ടുകൾ. ഔ കദുലുമാത്തിൻ ഫീ ബഹരിൽ ലുജിയിൻ യഗ്ശാഹും മൗജും മിൻ ഫൗഖിഹി മൗജും മിൻ ഫൗഖിഹി സഹാബ്. ആഴമേറിയ സമുദ്രത്തിലെ അന്ധകാരങ്ങളെ പോലെ അതിന്റെ മീതെ തിരമാല, അതിന്റെ മീതെ വീണ്ടും തിരമാല, അതിന്റെ മീതെ കാർമേഘം. ഇങ്ങനെ ദുലുമാത്തും ബഅദുഹാ ഫൗഖ ബഅദ്, ഒന്നിനു പുറമെ മറ്റൊന്നായി അനേകം ഇരുട്ടുകൾ. എത്രത്തോളം? ഇദാ അഖ്റജ യദഹു ലം യഖദ് യറാഹാ. തന്റെ കൈ ഒന്ന് പുറത്തേക്ക് നീട്ടിയാൽ അതുപോലും കാണാൻ കഴിയാത്ത അത്രമാത്രം കൂരിരുട്ട്. ഒരു മനുഷ്യന്റെ പ്രവർത്തനത്തിന്റെ ഉപമയാണ് അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത്, നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ. കുറെ അമലുണ്ട്. പരലോകത്ത് ചെല്ലുമ്പോ കൂരിരുട്ടാണ്. അവരുടെ അമലുകളൊന്നും അവർക്ക് കാണാൻ കഴിയില്ല. മറ്റൊരു സ്ഥലത്ത് ഖുർആൻ പറഞ്ഞത് മസലുല്ലദീന കഫറൂ ബിറബ്ബിഹിം അഅമാലുഹും കറമാദിൻ ഇഷ്തദ്ദത് ബിഹി الرീഹു ഫീ യൗമിൻ ആസിഫ് ലാ യഖ്ദിറൂന മിമ്മാ കസബു വലാ ഷൈ. ശക്തമായി കാറ്റടിച്ച് വീശുന്ന ദിവസത്തിൽ കൊടുങ്കാറ്റടിച്ച് വീശി പാറിപ്പോയ വെണ്ണീർ പോലെയാണ്. ഒരാൾ കുറെ വെണ്ണീർ ഇവിടെ കൊണ്ടുവന്ന് അഥവാ ചാരം കൊണ്ടുവന്ന് കൂട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കാം. അതിലേക്ക് ശക്തമായി കാറ്റടിച്ച് വീശിയാൽ അതിങ്ങനെ പാറിപ്പറന്നു പോകും. പിന്നെ ഒരാൾ എത്ര വിചാരിച്ചാൽ അതിന് ഒരുമിച്ച് കൂട്ടാൻ കഴിയില്ല. ഇതുപോലെയാണ് വിശ്വാസം നേരെയാകാത്ത മനുഷ്യരുടെ പ്രവർത്തനത്തിന്റെ ഉപമ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറഞ്ഞത് വഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറാ. അവരുടെ പ്രവർത്തനത്തിലേക്ക് നാം അങ്ങ് മുന്നിടും. അള്ളാഹു അങ്ങ് മുന്നോട്ട് വന്നുകൊണ്ട് അവരുടെ അമലുകളെ പലതരം ധൂളികളാക്കി പാറ്റിക്കളയും, പറത്തിക്കളയും എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബോധിപ്പിച്ചേരാണ്. അപ്പൊ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടണ്ടേ? അതിന് അമല് വേണം. അമലില്ലാതെ രക്ഷപ്പെടാൻ കഴിയില്ല. അമല് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണമെങ്കിൽ ആദ്യം നമ്മുടെ വിശ്വാസം നേരെയാണ്. സൂറത്തുൽ കഹ്ഫിലെ അവസാനത്തെ ആയത്ത് എന്താ? ഫമൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹാ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. ഫമൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി, നാളെ തന്റെ റബ്ബുമായിട്ടുള്ള ലിഖാഇനെ ആരാണോ പ്രതീക്ഷിക്കുന്നത്, അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കേണ്ടവരാണ്. അള്ളാഹുവിന്റെ മുന്നിൽ വിചാരണയ്ക്ക് വേണ്ടി നിർത്തപ്പെടുന്ന ഒരു രംഗമുണ്ട്, റബ്ബുമായിട്ടുള്ള ലിഖാഅ്. ആ ലിഖാഇനെ ആരാണോ പ്രതീക്ഷിക്കുന്നത്, ആരാണോ ആഗ്രഹിക്കുന്നത്, സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ റബ്ബിനെ കണ്ടുമുട്ടണ്ട്. നമ്മെ പടച്ച, നമ്മെ സൃഷ്ടിച്ച, നമുക്ക് വേണ്ടി എല്ലാം ഒരുക്കി തന്ന, നമ്മൾ ചോദിക്കാതെ ആവശ്യപ്പെടാതെ നമുക്ക് വേണ്ടതെല്ലാം ഇവിടെ ഒരുക്കി തന്ന നമ്മുടെ റബ്ബ്. ഞാനും നിങ്ങളും പിറന്നു വേണ്ടി ഭൂമിയിലേക്കാണെങ്കിൽ നമുക്ക് വേണ്ടി ഭൂമിയെ സജ്ജീകരിച്ച ഈ ഭൂമിയെ അവൻ നിങ്ങൾക്ക് ഒരു വിരിപ്പാക്കി തന്നില്ലയോ? ആകാശത്തെ അവൻ ഒരു മേൽക്കൂരയാക്കി തന്നു. ഈ ആകാശത്തിന് ചുവട്ടിൽ ഭൂമിക്ക് മുകളിലാണ് നമ്മൾ പിറന്നു വീണ്. നമ്മൾ വരുമ്പോ ഇതെല്ലാം ഇവിടെ ഉണ്ട്. ഇതൊന്നും നമ്മൾ അള്ളാഹിനോട് ചോദിച്ചതല്ല. സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, വായുവുണ്ട്, വെള്ളമുണ്ട്, ആഹാരമുണ്ട്, നക്ഷത്രങ്ങളുണ്ട്, എല്ലാം ഇവിടെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ അള്ളാഹിനോട് ചോദിച്ചതാ? നിങ്ങൾക്ക് എണ്ണിക്ലിത്തപ്പെടുത്താൻ സാധിക്കാത്തത്ര മാത്രം അനുഗ്രഹങ്ങൾ കൊണ്ട് പൊതിയപ്പെട്ട ഒരു വിഭാഗമാണ് മനുഷ്യ സമൂഹമേ നിങ്ങൾ. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ അള്ളാഹു പ്രത്യേകം പരിഗണിച്ച ഒരു വിഭാഗമാണ് മനുഷ്യരായ നമ്മൾ. ഇതാണ് ഖുർആൻ പറഞ്ഞത്, വലഖദ് ഫദ്ദൽനാഹു അലാ കസീരിൻ മിമ്മൻ ഖലഖനാ തഫ്ദീലാ. മിക്ക സൃഷ്ടികളെക്കാൾ നാം നിങ്ങളെ ശ്രേഷ്ഠന്മാരാക്കി എന്ന് ഖുർആൻ പറയുന്നുണ്ട്. വലഖദ് കറംനാ ബനി ആദം, ആദം മക്കളെ നാം ആദരിച്ചു എന്നാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ശ്രേഷ്ഠത നൽകി ആദരിച്ച ഒരു വിഭാഗമാണ് മനുഷ്യ വിഭാഗം. ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചത് ആർക്ക് വേണ്ടിയാണെന്നറിയോ? മനുഷ്യന് വേണ്ടിയാണ്. ഇതൊന്നുമില്ലെങ്കിൽ മനുഷ്യന് ഇവിടെ ജീവിക്കാൻ കഴിയില്ല. എന്നാൽ മനുഷ്യനില്ലെങ്കിലോ ഭൂമിക്കോ ആകാശത്തിനോ സൂര്യനോ ചന്ദ്രനോ നക്ഷത്രങ്ങൾക്കോ വായുവിനോ വെള്ളത്തിനോ ആഹാരത്തിനോ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. ഇതില്ലെങ്കിലോ മനുഷ്യന് ഇവിടെ ജീവിക്കാൻ കഴിയില്ല. ഇതെല്ലാം മനുഷ്യരെ നിങ്ങൾക്ക് വേണ്ടി. അതാണ് ഖുർആൻ പറഞ്ഞത്, ഹുവല്ലദീ ഖലഖലകും മാ ഫിൽ അർളി ജമീഅ. ഭൂമിയിലുള്ളത് മുഴുവനും മനുഷ്യരെ നിങ്ങൾക്ക് വേണ്ടിയാണ്. എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിച്ചത് നിങ്ങൾക്ക് വേണ്ടി എന്ന് ഖുർആൻ പറയുകയാണ്. ഇതെല്ലാം നമുക്ക് ഒരുക്കി തന്ന നമ്മുടെ റബ്ബിനെ കാണാൻ നമുക്ക് പൂതിയില്ല.
അള്ളാനെ കാണാൻ നമുക്ക് ആഗ്രഹമില്ലേ? ഒരു മനുഷ്യൻ അള്ളാഹുമായിട്ടുള്ള ലിഖാ ഇഷ്ടപ്പെട്ടാൽ അവനുമായിട്ടുള്ള ലിഖാ അള്ളാഹു ഇഷ്ടപ്പെടുന്ന മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു, ആരാണോ അള്ളാഹുമായിട്ടുള്ള ലിഖാഇനെ ഇഷ്ടപ്പെടുന്നത് അവനുമായിട്ടുള്ള ലിഖാ അള്ളാഹുവും ഇഷ്ടപ്പെടുന്നതാണ്. അപ്പൊ അള്ളാഹിനെ കണ്ടുമുട്ടാൻ ഒരാൾ ഇഷ്ടപ്പെട്ടാൽ അവനെ കണ്ടുമുട്ടാൻ അള്ളാഹുവും ഇഷ്ടപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിനെ കാണണ്ടേ? നമുക്ക് കാണാൻ ഭൂതിയില്ല? നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം നമുക്ക് ഉണ്ടാകണ്ടേ? ഒരു മുസ്ലിം എന്ന നിലക്ക്, ഒരു വിശ്വാസി എന്ന നിലക്ക് അള്ളാഹിനേക്കാൾ കൂടുതൽ സ്നേഹം നമുക്ക് വേറൊരാളോട് ഉണ്ടാകാൻ പറ്റൂല. ഉണ്ടായി നമ്മളെ ഈമാൻ പൂർത്തിയാവൂല. അല്ല ഖുർആൻ പറഞ്ഞ വല്ലദീന ആമനു വശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് അതികഠിനമായി സ്നേഹമുള്ളവരാണ്. അള്ളാഹിനേക്കാൾ ഇഷ്ടം നമുക്ക് വേറെ ഒന്നിനോട് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവുൽദിഹി വന്നാസി അജ്മഈൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നതാണ്, ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതലായി ഇഷ്ടപ്പെടേണ്ടത് ആരാണ്? അള്ളാഹുവിനെയും റസൂലിനെയും. സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തുൽ ഈമാൻ അൻ യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അള്ളാഹുവിനേക്കാളും അവന്റെ റസൂലിനേക്കാളും സ്നേഹമുള്ള വേറൊന്നും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ഈ നിലക്ക് വിശ്വാസം പൂർത്തിയായാലേ ഈമാനിന്റെ മാധുര്യം നുകരാൻ അവന് കഴിയുകയുള്ളൂ എന്നാണ് ഖുർആൻ. അതിങ്ങനെ എണ്ണി പറയുന്നുണ്ട്, ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും വഅംവാലുൻ ഇഖ്തറഫ്തുമുഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിനു തർദൗനഹാ. 8 കാര്യങ്ങൾ അല്ലാഹ് ഇത് അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി ഫതറബ്ബസു. ഖുർആനിന്റെ ശക്തമായ താക്കീതാണ്. ഇതിലേതെങ്കിലും ഒന്ന്, നിങ്ങളുടെ മാതാപിതാക്കളാകട്ടെ, മക്കളാകട്ടെ, സഹോദരങ്ങളാകട്ടെ, നിങ്ങളുടെ പാർപ്പിടമാകട്ടെ, ബിസിനസ് ആകട്ടെ, എന്തായിക്കോട്ടെ, അള്ളാഹുവിനേക്കാളും അവന്റെ റസൂലിനേക്കാളും അള്ളാന്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാളും കൂടുതൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ അവനെ കാത്തിരുന്നു കൊള്ളട്ടെ, കരുതിയിരുന്നു കൊള്ളട്ടെ. അള്ളാന്റെ കൽപ്പന അഥവാ അള്ളാന്റെ ശിക്ഷ വരുന്നത്. ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കേണ്ട ആരെയാണ്? അള്ളാഹുവിനെയാണ്, നമ്മുടെ റബ്ബിനെയാണ്, നമ്മുടെ സൃഷ്ടിച്ച നാഥനെയാണ്. നമുക്ക് വേണ്ടതെല്ലാം ഒരുക്കി തന്നവൻ അല്ലാഹുല്ലദീ ഖലഖക്കും സുമ്മ റസഖക്കും സുമ്മ യുമീതുക്കും സുമ്മ യുഹ്യീകും. അല്ലാഹു ആണ് നിങ്ങളെ സൃഷ്ടിച്ചത്, അവനാണ് നിങ്ങൾക്ക് തിന്നാൻ തരുന്നത്, അവനാണ് നിങ്ങളെ മരിപ്പിക്കുന്നത്, അവനാണ് നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഒരുക്കി തന്ന നിങ്ങളുടെ റബ്ബ്, ആ റബ്ബിനെ കണ്ടുമുട്ടാൻ ഏതൊരു മനുഷ്യനാണോ ആഗ്രഹിക്കുന്നത്, ആർക്കാണോ അതിന് പൂതിയുള്ളത്, അവനെ കണ്ടുമുട്ടാൻ അല്ലാഹുവും ഇഷ്ടപ്പെടുന്നതാണ്. നാളെ പരലോകത്ത് വിശ്വാസികളായ ആളുകൾക്ക് മാത്രമാണ് അള്ളാനെ കണ്ടുമുട്ടാൻ കഴിയുക. വിശ്വാസികളല്ലാത്ത ആളുകൾക്ക് അള്ളാനെ കാണാൻ കഴിയില്ല. നമ്മുടെ വിശ്വാസത്തിൽ പുഴുക്കുത്തുകൾ സംഭവിച്ചാൽ, ശിർക്ക് കൂടിക്കലർന്നാൽ, നാളെ സഹോദരങ്ങളെ റബ്ബിന്റെ കോടതിയിൽ വരുമ്പോൾ അള്ളാനെ കാണാനുള്ള ഭാഗ്യം നമുക്കുണ്ടാകില്ല. അത് ഖുർആൻ പറഞ്ഞതാണ്, കല്ലാ ഇന്നഹും അൻ റബ്ബിഹിം യൗമഇദിൽ ലമഹ്ജൂബൂൻ. അന്നേ ദിവസം അവരുടെയും റബ്ബിന്റെയും ഇടയിൽ മറയിടപ്പെടുന്നതാണെന്നാണ്. നിഷേധികളായ ആളുകളുടെയും അള്ളാഹുവിന്റെ ഇടയിൽ ഒരു മറണ്ടാവും, സ്ക്രീൻ. എല്ലാ വിശ്വാസികളോ 14-ാം രാവിൽ നിങ്ങൾ പൗർണമിയെ കാണുന്നത് പോലെ, ആകാശം ഇരുണ്ട് കൂടിയിട്ടില്ല എങ്കിൽ, കാർമേഘം ഇല്ല എങ്കിൽ, നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണെങ്കിൽ 14-ാം രാവിൽ നിങ്ങൾക്ക് പൗർണമിയെ കാണാൻ വല്ല പ്രയാസവും ഉണ്ടാകുമോ? പ്രവാചകന്റെ ചോദ്യമാണ്. സ്വഹാബത്ത് പറയുന്നു, ഇല്ല നബിയേ, ഇല്ല, കാണാനൊരു പ്രയാസം ഉണ്ടാവില്ല. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടാൻ സാധിക്കുന്നതാണ്. ഫമൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി, ആരാണോ തന്റെ റബ്ബുമായിട്ടുള്ള ലിഖായിനെ ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്, അവൻ എന്താണ് ചെയ്യേണ്ടത്? ഫൽയഅമൽ അമലൻ സ്വാലിഹാ, അവൻ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചു കൊള്ളട്ടെ. അത് മാത്രം പോരാ, വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ, അല്ലാഹുവിൽ യാതൊരാളെയും അവന് പങ്കു ചേർക്കാൻ പാടുള്ളതല്ല. ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും അള്ളാഹിനോടല്ലാതെ നമ്മൾ തേടാൻ പാടില്ല, റബ്ബിനെ അല്ലാതെ നമ്മൾ വിളിക്കാൻ പാടില്ല. അത് ആരാകട്ടെ, എന്താകട്ടെ, നബിയാകട്ടെ, വലിയാകട്ടെ, ഏത് ജിന്നിട്ട മലക്കാകട്ടെ, തങ്ങളാവട്ടെ, ബീവിയാകട്ടെ, ഹോജയാകട്ടെ, ജീവിച്ചിരിക്കുന്നവരാകട്ടെ, മരിച്ചവരാകട്ടെ,
ഏത് ജാമങ്ങളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹത്തുക്കളാകട്ടെ, ബദരീങ്ങളായാലും മുഹദീങ്ങളായാലും ഹന്തഫീങ്ങളായാലും ഔലിയാക്കളായാലും മഹാന്മാരായാലും ഏത് മഹദിയായാലും അള്ളാഹു അല്ലാത്ത ഒരാളെ നിങ്ങൾ വിളിക്കാൻ പാടില്ല. റബ്ബിനോടല്ലാതെ നിങ്ങളെ തേടാൻ പാടില്ല. നിങ്ങളുടെ സങ്കടങ്ങൾ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ജീവിതത്തിന്റെ ഏത് പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും അള്ളാനെ മാത്രം വിളിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ തിരിച്ചു വരുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഈമാൻ പൂർത്തിയാകുന്നില്ല, നിങ്ങളുടെ വിശ്വാസം ശരിയാകുന്നില്ല, നിങ്ങളുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാവുകയില്ല. അതാണ് മഹാനായ ശൈഖ് ജീലാനി അബ്ദുൽ ഖാദിർ റഹിമഹുല്ലാഹ് മുഹ്ദി ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി എന്താണ് വിശദീകരിച്ചത്? യാ ഗുലാം കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഫീ ഖൽബിക കം ഇലാഹ്. യാ ഗുലാം, അല്ലയോ ഇസ്ലാമിന്റെ മക്കളെ, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, എങ്ങനെയാണ് മോളെ നിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാവുക? നിന്റെ നാവ് കൊണ്ട് നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ട്, അതിനേക്കാൾ അഫ്ദലായ വേറെ ദിക്റില്ല. അഫ്ദലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റാണ്. മാത്രമല്ല മൻ കാന ആഖിറു കലാമിഹി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം ചൊല്ലിയിട്ട് മരിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. പക്ഷേ നിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാകണ്ടേ? മഹാനായ ശൈഖ് ജീലാനി തങ്ങൾ പറയുകയാണ്, ഇസ്ലാമിന്റെ മക്കളോട് ചോദിക്കുകയാണ്, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, എങ്ങനെയാണ് ഇസ്ലാമിന്റെ മക്കളെ നിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാവുക? കാരണം വഫീ ഖൽബിക കം ഇലാഹ്, നിന്റെ ഹൃദയത്തിൽ എത്ര ഇലാഹുകളെയാണ് നീ കുടിയിരുത്തിയിട്ടുള്ളത്? കുല്ലു ശൈഇൻ തഅതമിദു അലൈഹി വതസിഖു ബിഹി ദൂനല്ലാഹ് ഫഹുവ സ്വനമുക. ജീവിതത്തിന്റെ പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ, വിപൽഘട്ടങ്ങളിൽ, ജീവിതത്തിലേക്ക് ഇടങ്ങേറുകൾ കണ്ടുവരുമ്പോ, നഷ്ടം സംഭവിക്കുമ്പോ, ആഗ്രഹങ്ങൾ നടക്കാതെ വരുമ്പോ, നിന്റെ മനസ്സിന്റെ തേട്ടം പോകുന്നത് നിന്റെ മനസ്സിൽ നീ കുടിയിരുത്തിയിട്ടുള്ള അള്ളാഹുവിന് പുറമേയുള്ള മറ്റുള്ള ശക്തി കേന്ദ്രങ്ങളെയാണെങ്കിൽ ആ കേന്ദ്രങ്ങളിലേക്കാണ് നിന്റെ മനസ്സ് മടങ്ങുന്നതെങ്കിൽ അത് നിന്റെ മനസ്സിന്റെ വിഗ്രഹമാണ്. അള്ളാഹുവിന് പുറമെ നീ ആശ്രയിക്കുന്ന, അവലംബമാക്കുന്ന എന്തെങ്കിലും ഒന്ന് നിന്റെ മനസ്സിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്റെ മനസ്സിന്റെ വിഗ്രഹമാണ്. അതുകൊണ്ട് ഇസ്ലാമിന്റെ മക്കളെ, നിങ്ങളുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാകണമെങ്കിൽ ആരാ പറയുന്നത്? മുജാഹിദുകളല്ല, വഹാബികളല്ല, മഹാനായ ശൈഖ് ജീലാനി തങ്ങളാണ് പറയുന്നത്. ഇജ്അൽ ഖൽബക മസ്ജിദാ, നീ നിന്റെ ഖൽബിനെ, നീ നിന്റെ ഹൃദയത്തെ ഒരു മസ്ജിദാക്കിക്കോ, ഒരു പള്ളിയാക്കിക്കോ. ഏതുപോലെ? കമാ ഖാല അല്ലാഹു തആല ഫിൽ ഖുർആനിൽ കരീം വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിൽ പറഞ്ഞതുപോലെ പള്ളികളെല്ലാം അല്ലാഹുള്ളതാണ്. ആ പള്ളികളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഓരോ തേട്ടങ്ങളും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് മാത്രമായിരിക്കണമെന്ന് ഖുർആനിൽ അല്ലാഹു പറഞ്ഞതുപോലെയുള്ള ഒരു പള്ളിയാക്കി നിന്റെ ഹൃദയത്തെ നീ മാറ്റണം. എന്നിട്ടോ പള്ളിയാകുന്ന നിന്റെ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഓരോ വിളികളും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് മാത്രമായിരിക്കണം. എങ്കിലേ നാളെ പരലോകത്ത് നിനക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചാൽ, അവരോട് പ്രാർത്ഥിച്ചാൽ, അവിടെ പോയി നിങ്ങൾ സത്യം ചെയ്താൽ, അള്ളാഹു അല്ലാത്തവരുടെ കീഴിൽ കെട്ടി ഉണ്ടാക്കപ്പെട്ട ഉയർത്തപ്പെട്ട ജാറങ്ങളിൽ പോയി നിങ്ങൾ നേർച്ചയാക്കിയാൽ നാളെ പരലോകത്ത് വരുമ്പോൾ നിങ്ങളുടെ അമല് കൊണ്ട് നിങ്ങൾക്ക് യാതൊരുവിധ ഗുണം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ, നമ്മുടെ വിശ്വാസം ശരിയാക്കുക. എങ്കിലേ അത് നാളെ മീസാനിൽ കനം തൂങ്ങുകയുള്ളൂ. നാളെ നമ്മുടെ റബ്ബിനെ കണ്ടുമുട്ടാൻ നമുക്ക് കഴിയുകയുള്ളൂ. പരലോകത്തൊരു വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം, തിരിച്ചറിയണം. വളരെ ചുരുങ്ങിയ കാലമുള്ളൂ നമുക്ക് ദുനിയാവിൽ, കുറെ കാലമൊന്നുമില്ല. വളരെ ചുരുങ്ങിയ സമയം. നമ്മൾ വിചാരിക്കും ഇവിടെ കുറെ ഉണ്ടെന്ന. ഏതെല്ലാം നിലക്കാണ് മരണം വരാമെന്ന് നമുക്കറിയില്ലല്ലോ. വളരെ ചുരുങ്ങിയ സമയമുള്ളൂ ദുനിയാവിൽ. എപ്പോ വേണമെങ്കിലും പോണം. മരണത്തിന് പ്രായവ്യത്യാസമൊന്നുമില്ല.
ആണാണോ പെണ്ണാണോ എന്നൊന്നും അറിയില്ല. വീട്ടിൽ കിടന്നു ഉറങ്ങുമ്പോൾ തന്റെ വീട്ടിൽ ബെഡ്റൂമിൽ തലയിണ വെച്ച് കിടന്നുറങ്ങുമ്പോൾ തലങ്ങണിക്ക് അടിയിൽ നിന്ന് പാമ്പ് വന്ന് കടിയേറ്റ് കുട്ടി മരിക്കുകയാണ്. ഏതെല്ലാം നിലക്കുള്ള മരണങ്ങളാണ്, എത്രയെത്ര വാർത്തകളാണ് നമ്മൾ ഓരോ ദിവസവും നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് മരണം കടന്നു വരുന്നത്? നമ്മൾ പോലും വിചാരിക്കാത്ത മാർഗത്തിലൂടെയാണ് മരണം നമ്മിലേക്ക് കടന്നു വരുന്നത്. വമാ തദ്രി നഫ്സും ബി അയ്യി അർദിൻ തമൂത്ത്. ഏത് ഭൂമിയിൽ വെച്ച്, എവിടെ വെച്ച്, വീട്ടിലാണോ, യാത്രയിലാണോ, ട്രിപ്പ് പോയപ്പോഴാണോ, വാൽപ്പാറയിൽ നിന്ന് വീണിട്ടാണോ, ഏതെങ്കിലും ചുരത്തിൽ വെച്ച് അപകടം ഉണ്ടായിട്ടാണോ, ആകാശ ലോകത്തു കൂടി യാത്ര ചെയ്യുമ്പോഴാണോ, ഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോഴാണോ, വെള്ളത്തിലൂടെ സഞ്ചരിക്കുമ്പോഴാണോ, വീട്ടിൽ കിടന്നുറങ്ങുമ്പോഴാണോ, എപ്പോഴാണോ, എവിടെ വെച്ച്, എങ്ങനെ, നമുക്ക് ആർക്കും അറിയില്ല. ഏത് സമയത്തും മരണം നമ്മളെ പിടികൂടാം. നമുക്കറിയാവുന്ന ഒറ്റ കാര്യമുള്ളൂ, മരിക്കും. അത് ഉറപ്പാ. അത് ലോകത്ത് തർക്കില്ല. ഏത് യുക്തിവാദിയാണെങ്കിലും നിരീശ്വര നിർമ്മിതവാദിയാണെങ്കിലും ശരി, മരണത്തിന്റെ കാര്യത്തിൽ ലോകത്ത് ഒരാൾക്ക് തർക്കില്ല. കാരണം അറിയോ, ജനിച്ചാൽ മരിക്കണം, അതാണ് അള്ളാന്റെ സിസ്റ്റം. മരിക്കാതെ കാലാകാലം ഇവിടെ ജീവിക്കാതെ പറഞ്ഞ നമ്മളൊന്ന് ആലോചിക്ക്, എത്ര സുഖ അല്ലേ? നമ്മളൊന്ന് ആലോചിക്ക്, മരണമില്ല, കുറെ കാലം ഇങ്ങനെ ജീവിക്കാന്ന് പറഞ്ഞ, ഓ, അതിങ്ങനെ ആലോചിക്കുമ്പോ തന്നെ ഒരു കുളിരാണ് അല്ലേ? വല്ലാത്തൊരു പൂതിയില്ലേ? ഖുർആൻ ആക്കറിയോ, വമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലികൽ ഖുൽദ അഫഇൻ മിത്ത ഫഹുമുൽ ഖാലിദൂൻ. നബിയെ, താങ്കൾക്ക് മുമ്പ് ഒരു മനുഷ്യനെയും നാം ഇവിടെ ശാശ്വതനാക്കിയിട്ടില്ല. എന്നിരിക്കെ നബിയെ, താങ്കൾ മരിക്കുന്നതാണ്. താങ്കൾ മരിച്ചാൽ ബാക്കിയുള്ള ആളുകൾ ഫഹുമുൽ ഖാലിദൂൻ, അവരിവിടെ നിത്യജീവികളായിരിക്കും എന്നാണോ അവർ വിചാരിക്കുന്നത്? മരിക്കാതെ ഇവിടെ കാലാകാലം ജീവിക്കുമായിരുന്നെങ്കിൽ ആരാണ് അങ്ങനെ ജീവിക്കേണ്ട വ്യക്തിത്വം? ലോകത്തിന്റെ പ്രവാചകൻ അസ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിക്കണമായിരുന്നു. അതാണ് ഖുർആൻ പറഞ്ഞത്. അതാണ് ഖുർആനിന്റെ ആശയത്തിലൂടെ ഒരു കവി നമുക്ക് പാടിത്തരികയാണ്. ലൗ കാനത്തി ദുനിയാ തദുമു ലിവാഹിദിൻ ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ. ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെങ്കിലും ശാശ്വതനാക്കിയിരുന്നുവെങ്കിൽ അങ്ങനെ മരിക്കാതെ കാലാകാലം ജീവിക്കേണ്ട വ്യക്തിത്വമാരാ? ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കണമായിരുന്നു. അല്ലാണ്ട് റസൂൽ പോലും വഫാത്തായി പോയി. ഭൂമിയിൽ ജനിച്ച ഭൂമിയിൽ തന്നെ മരിക്കണം, അതാണ് അള്ളാന്റെ സിസ്റ്റം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇന്നും മരിച്ചിട്ടില്ല. എവിടെ? അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് ഉയർത്തിയിരിക്കുകയാണ്. എന്നാൽ ഖിയാമത്ത് നാളിന്റെ വലിയ അടയാളമുണ്ട്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പുനരാഗമനം, അദ്ദേഹത്തിന്റെ രണ്ടാം വരവ്, ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് അനുസരിച്ച് ഭരണം നടത്തുകയാണ്. ഭൂമിയിൽ വെച്ച് തന്നെ മരിക്കുകയാണ്. വിശ്വാസികൾ മഹാനായ യേശുക്രിസ്തുവിന്റെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മേൽ മയ്യിത്ത് നമസ്കാരം നിർവഹിക്കുകയാണ്. ഭൂമിയിൽ ജനിച്ചവനാണോ, ഭൂമിയിൽ തന്നെ നീ മരിക്കേണ്ടവനാണ്. അത് എപ്പോഴാണ് നിന്നിലേക്ക് കടന്നു വരിക എന്ന് ഒരാൾക്കും തന്നെ ലോകത്തറിയാവതല്ല. ഒരാൾക്കും അതിനെ കുറിച്ച് അറിയാൻ കഴിയില്ല. അത് ആ സമയമാകുമ്പോ വരും. എവിടെയാണെങ്കിലും വരും, എവിടെയാണെങ്കിലും. വീടിന്റെ അകത്താണെങ്കിലും മരണത്തെ പേടിച്ചിട്ട് നമ്മൾ പുറത്തിറങ്ങാതിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? പുറമറ അയ്നമാ തകൂനൂ യുദ്രിക്കുമുൽ മൗതു വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദാ. നിങ്ങൾ ഭദ്രമായി കെട്ടി ഉയർത്തപ്പെട്ട നിങ്ങളുടെ മണിമാളികകളുടെ, നിങ്ങളുടെ കോട്ട കൊത്തളങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിലാണെങ്കിലും ശരി, മരണം അവിടെ വന്ന് നിങ്ങളെ പിടികൂടുന്നതാണ്. എവിടെ അള്ളാഹു നിന്റെ മരണം ഏത് സ്പോട്ടിൽ തീരുമാനിച്ചോ ആ സ്പോട്ടിൽ എത്തും, അള്ളാഹു എത്തിക്കും. പ്രവാചകന്റെ ഹദീസ് അങ്ങനെ, ഇദാ അറാദല്ലാഹു ഖബ്ള റൂഹ അബ്ദിൻ ഫിൽ അർദി ജഅല ലഹു ഇലൈഹാ ഹാജതൻ. ഇദാ അറാദല്ലാഹു ഖബ്ള റൂഹ അബ്ദിൻ ഫിൽ അർദി, ഭൂമിയിൽ ഇന്ന സ്ഥലത്ത് വെച്ച് ഒരു മനുഷ്യന്റെ റൂഹിനെ പിടിക്കാൻ അല്ലാഹു തീരുമാനിച്ചാൽ ജഅല ലഹു ഇലൈഹാ ഹാജതൻ, ആ നാട്ടിലേക്ക് അല്ലാഹു ഒരു ആവശ്യം ഉണ്ടാക്കി കൊടുക്കുകയാണ്. നമ്മൾ കേൾക്കുന്നില്ലേ, യാത്ര പോയപ്പോൾ മരണപ്പെട്ടു, ഫ്ലൈറ്റ് അപകടത്തിൽ മരണപ്പെട്ടു, ഉംറക്ക് പോയപ്പോൾ അവിടെ വെച്ച് മരണപ്പെട്ടു. എന്താ കാരണം? അവർക്ക് ഉംറക്ക് പോകാനുള്ള എല്ലാ അവസരവും അള്ളാഹു അനുകൂലമാക്കി കൊടുക്കുകയാണ്. കാരണം എന്താ? അവന്റെ മരണത്തിന്റെ ഡേറ്റ് ആയിട്ടുണ്ട്, അവനെ ഇന്ന സ്ഥലത്ത് വെച്ചാണ് മരിപ്പിക്കേണ്ടത്, ആ സ്പോട്ടിലേക്ക് അവനെ എത്തിക്കേണ്ടതുണ്ട്. ജഅല ലഹു ഇലൈഹാ ഹാജതൻ,
അവന്റെ മരണത്തിന്റെ സമയമെത്തിയാൽ ഏത് സ്പോട്ടിൽ വെച്ചാണോ അവന്റെ മരണമെന്ന് തീരുമാനിച്ചത് ആ നാട്ടിലേക്ക്, ആ മണ്ണിലേക്ക് ഒരാവശ്യം അല്ലാഹു ഉണ്ടാക്കി കൊടുക്കുകയാണ്. ആ ആവശ്യാർത്ഥം ആ മനുഷ്യനതാ ആ നാട്ടിലേക്ക് യാത്ര പോവുകയാണ്. അവിടെ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പിടികൂടുകയാണ്. ഒഴിഞ്ഞു മാറാൻ, തെന്നി മാറാൻ കഴിയില്ല. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. നബിയെ പറഞ്ഞു കൊടുക്കണേ, ഓതി കൊടുക്കണേ, തീർച്ചയായും നിങ്ങൾ പേടിച്ചോടി പോകുന്നതായ ആ മരണമില്ലേ, അത് നിങ്ങളുമായി കണ്ടുമുട്ടുക തന്നെ ചെയ്യുന്നതാണ്. ഓടിയിട്ടും തെന്നി മാറിയിട്ടൊന്നും കാര്യമില്ല. ഖുർആനിലെ വേറൊരു ആയത്ത് ഉണ്ട്, എന്താണെന്നറിയോ? ഖുല്ലൻ യൻഫഅകുമുൽ ഫിറാറു ഇൻ ഫറർതും മിനൽ മൗതി അവിൽ ഖത്ലി വഇദൻ ലാ തുമത്തഊന ഇല്ലാ ഖലീലാ. മരണത്തിൽ നിന്നോ കൊലപാതകത്തിൽ നിന്നോ ഉള്ള ഓടിപ്പോക്ക് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുകയില്ല. അല്പകാലത്തേക്കല്ലാതെ ജീവിത സുഖം നൽകപ്പെടുകയും ഇല്ല. നമ്മൾ വായിക്കുന്ന ഒരു വലിയൊരു അപകടം. അത്ഭുതകരമായ ഒരാൾ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ നമ്മുടെ നേർക്കൊരു വാഹന നിയന്ത്രണം വിട്ടു വരെയാണ്, നമ്മൾ ചാടി തെന്നിമാറി, നമ്മൾ അതിൽ നിന്ന് കഴിച്ചില്ലായെന്ന് വിചാരിക്കും, നമ്മൾ ഓഹോ രക്ഷപ്പെട്ടു നമ്മൾ പറയും. മനസ്സിലായില്ലേ? ആ രക്ഷപ്പെടൽ മരണത്തിൽ നിന്നോ കൊലപാതകത്തിൽ നിന്നോ ഉള്ള ഓടിപ്പോക്ക് അല്പകാലത്തേക്കല്ലാതെ ഇല്ല. ഇത് രക്ഷപ്പെട്ടെന്ന് എന്റെ സമയമായിട്ടില്ല, കുറച്ചുകൂടിയുണ്ട്. സമയാവുമ്പോഴോ നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത വമാ നഹ്നു ബിമസ്ബൂഖീൻ. മരണത്തെ നാം ഇതാ നിങ്ങൾക്കിടയിൽ നിർണയം ചെയ്തു വച്ചിരിക്കുകയാണ്. അതിനെ മുൻകടക്കാൻ, അതിജയിക്കാൻ, ആ വിഷയത്തിൽ അള്ളാനെ തോൽപ്പിക്കാൻ ഒരാളും തന്നെ ഇല്ല. വജാഅത് സക്രത്തുൽ മൗതി ബിൽ ഹഖ്. മരണവെപ്രാളം യാഥാർത്ഥ്യവും കൊണ്ടുവരപ്പെടുന്നതാണ്. ഖുൽ യതവഫാകും മലക്കുൽ മൗതില്ലദീ വക്കില ബികും. നിങ്ങളുടെ കാര്യത്തിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മലക്കുൽ മൗത്ത്, മരണത്തിന്റെ ദൂതന്, പരിപൂർണമായി നിങ്ങളെ ഏറ്റെടുക്കുന്നതാണ്, കീഴ്പ്പെടുത്തുന്നതാണ്. പോകേണ്ടവരാണ് നമ്മളെല്ലാം. പോകുമ്പോ ആരാ കൂടെ വരിക? നമ്മുടെ സംഘടന വരും, നമ്മുടെ പാർട്ടി വരും, നമ്മുടെ ഉസ്താദുമാര് വരും. നമ്മളെ ചെയ്ത അമലല്ലാതെ നമ്മുടെ കൂടെ വരാൻ ഒരാളുമില്ല. എല്ലാവരും വരും. എവിടം വരെ? മരണപ്പെട്ട വീട്ടിലേക്ക് വരികയാണ്, മയ്യിത്ത് കുളിപ്പിക്കുകയാണ്, കഫം ചെയ്യുകയാണ്, അത് ചുമന്ന പള്ളിപ്പറമ്പിലേക്ക് നടന്നു നീങ്ങുകയാണ്, ആ മയ്യിത്തിന്റെ മേൽ നമസ്കാരം നിർവഹിക്കുകയാണ്, അത് മറവ് ചെയ്യുകയാണ്, അവരിലേക്ക് ഇറക്കി വെച്ച് പലക വിരിച്ച് അതുപോലെ തന്നെ മണ്ണ് വാരിയിട്ട് എല്ലാവരും അല്പനേരം തസ്ബീഹ് ചൊല്ലി തിരിച്ചു പോരുകയാണ്. നീ നിന്റെ ഖബറിൽ തനിച്ചാവുകയാണ്. ഇന്നലെ വരെ നിന്റെ കൂടെ കിടന്ന നിന്റെ ഭാര്യയില്ല, നിനക്ക് വേണ്ടി ഉറക്കമുളച്ച നിന്റെ മാതാപിതാക്കളില്ല, നിന്നെ കാത്തിരുന്ന നിന്റെ പിഞ്ചോമനകളില്ല. നിന്റെ ഖബറിൽ അമലുഹു, അവന്റെ അമൽ മാത്രമാണ് അവന്റെ കൂടെ ബാക്കിയാവുക. നമ്മൾ ചെയ്ത അമലല്ലാണ്ട് വേറെ ഒന്നുമില്ല. എത്ര ശക്തമായ വെയിലാണെങ്കിലും മഴയാണെങ്കിലും വെള്ളം ഒലിച്ചിറങ്ങി അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയാലും അവിടെ വന്ന് ഒരു പാ വിരിച്ചു തരാൻ, ഒരു ഷീറ്റ് കെട്ടിത്തരാൻ പോലും ഒരാൾ ഉണ്ടാവില്ല. നമ്മൾ ഒറ്റക്ക് അവിടെ കിടക്കണം. അതോടുകൂടി തീരോ? ചില ആളുകളൊക്കെ ജീവിതത്തിൽ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുമ്പോ ഒന്ന് മരിച്ചാ മതിയായിരുന്നു പറയും. പ്രവാചകൻ പറയാ, ലാ യതമന്നയന്ന അഹദുകുമുൽ മൗത ലിദുർരിൻ അസ്വാബഹു ഫഇൻ കാന ലാ ബുദ്ദ ഫാഇല. നിങ്ങളിൽ ഒരാളും തന്നെ തനിക്ക് ബാധിച്ച വിഷമത്തെ ഓർത്തുകൊണ്ട് മരണത്തിനായി കൊതിക്കാൻ പാടില്ല, ആഗ്രഹിക്കാൻ പാടില്ല, പ്രാർത്ഥിക്കാനും പാടില്ല. മരിച്ചാ കഴിച്ചിലാവുന്ന പലരും വിചാരിച്ചു. അല്ല, മരണം എന്ന് പറഞ്ഞാൽ എന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. യഥാർത്ഥമായ ജീവിതത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് അതാണ് മരണം എന്ന് പറയുന്നത്. മരണത്തോടുകൂടി യഥാർത്ഥമായ ജീവിതത്തിലേക്ക് അവൻ കടക്കുകയാണ്. അവന്റെ പരലോക യാത്രയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് മരണം. ആ യാത്രയിൽ ഇറങ്ങാനുള്ള ഒരു ഇടത്താവളം, വിശ്രമ കേന്ദ്രം, അതാണെന്ത്? ഖബർ എന്ന് പറയുന്നത്. അവിടെ കൊണ്ട് തീരൂല. നമ്മളെ മരിച്ച് നമ്മളെ കൊണ്ടുപോയി കുഴിച്ചിട്ട് നമ്മുടെ ശരീരം അതിങ്ങനെ മണ്ണിനോട് ചേർന്ന് അത് അഴകിപ്പോയി ജീർണാവശിഷ്ടമായി തീർന്നാൽ പിന്നെ എങ്ങനെയാണ് മനുഷ്യരെ നമ്മൾ രണ്ടാമത് വരികയെന്നായിരിക്കും പലരും ചിന്തിക്കുക. ഇത് ഏത് കാലം മുതൽ പ്രവാചകന്മാര് നേരിട്ട ചോദ്യം എന്നറിയുന്നു. ഇന്നും ഇന്നലെ തുടങ്ങിയല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തുടങ്ങിയല്ല. മനുഷ്യാരംഭം മുതൽ പ്രവാചകന്മാര്
ജനങ്ങളോട് പറഞ്ഞതെന്താ? നിങ്ങൾ അള്ളാഹനെ ആരാധിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിന്റെ കാരണം അവർ പറഞ്ഞു കൊടുക്കുകയാണ്. മനുഷ്യരെ, നിങ്ങളുടെ ജീവിതം ഇവിടം കൊണ്ട് അവസാനിക്കുന്നതല്ല. നിങ്ങളെ സൃഷ്ടിച്ചത് ഈ മണ്ണിൽ നിന്നാണെങ്കിൽ ഖാല ഫീഹാ തഹ്യൗന വഫീഹാ തമൂതൂന വമിൻഹാ തുഖ്റജൂൻ. പ്രവാചകന്മാർ ജനങ്ങളോട് പറയാ, നിങ്ങൾ ഇവിടുന്ന് അള്ളാഹ് സൃഷ്ടിച്ചു, ആ മണ്ണിലേക്ക് നിങ്ങൾ പോവും, അവിടെ തന്നെ കൊണ്ടുവരും. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണ്, മണ്ണിലേക്ക് മടക്കപ്പെടുന്നവരാണ്, മണ്ണിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണ്. നമ്മുടെ ശരീരം അതിങ്ങനെ ജീർണിച്ച് ജീർണാവശിഷ്ടമായി തീർന്നാൽ, മണ്ണിനോട് ഇഴകിച്ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് രണ്ടാമത് കൊണ്ടുവരിക? പ്രവാചകന്മാര് മരണാനന്തര ജീവിതത്തെ കുറിച്ച് പറഞ്ഞപ്പോ ജനങ്ങൾ പരിഹസിക്കാൻ, അയഇദുക്കും അന്നക്കും ഇദാ മിത്തും വകുൻതും തുറാബൻ വഇദാമൻ അന്നക്കും മുഖ്റജൂൻ ഹൈഹാത ഹൈഹാത ലിമാ തുഅദൂൻ ഇൻ ഹിയ ഇല്ലാ ഹയാതുന ദുനിയാ നമൂതു വനഹ്യാ വമാ നഹ്നു ബിമബ്ഊസീൻ. അയഇദുക്കും, അവൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്യുന്നത്, അന്നക്കും ഇദാമിത്തും, തീർച്ചയായും നിങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ, വകുൻതും തുറാബൻ വഇദാമൻ അന്നക്കും മുഖ്റജൂൻ, നിങ്ങൾ മരണപ്പെട്ട് നിങ്ങളുടെ ശരീരം മണ്ണും എല്ലുമായി തീർന്നതിന് ശേഷം രണ്ടാമത് നിങ്ങളെ കൊണ്ടുവരുമെന്നാണ് അവൻ നിങ്ങളോട് പറയുന്നത്. ഹൈഹാത്ത ഹൈഹാത്ത ലിമാ തുഅദൂൻ. അവൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്യുന്നത് എത്ര വിദൂരമാണ്, എത്ര വിദൂരമാണ്. ഇൻ ഹിയ ഇല്ലാ ഹയാതുന ദുനിയാ, ജീവിതം എന്ന് പറഞ്ഞാൽ ദുനിയാവിന്റെ ജീവിതമല്ലാതെ, ഈ ഭൗതിക ജീവിതമല്ലാതെ വേറൊരു ജീവിതമില്ല. നമൂതു വനഹ്യാ, നാം ഇവിടെ ജീവിക്കുന്നു, മരിച്ചു പോകുന്നു, അടുത്ത തലമുറ കടന്നു വരുന്നു, അവരും ജീവിച്ച് മരിച്ചു പോകുന്നു എന്നല്ലാതെ വമാ നഹ്നു ബിമബ്ഊസീൻ, നാം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവരേ അല്ല. രണ്ടാമതൊരു ജീവിതമില്ല. എങ്ങനെയാണ് രണ്ടാമതൊരു ജീവിതം ഉണ്ടാവുക? ഏതൊരു സംഗതിയും സഹോദരങ്ങളെ ഒന്നാമതുണ്ടാക്കാനാണ് പ്രയാസം. ഒന്നാമതുണ്ടാക്കിയ സംഗതി രണ്ടാമതുണ്ടാക്കാൻ ഒരു പ്രയാസവുമില്ല. നിങ്ങളെ ഒന്നാമതുണ്ടാക്കിയവനാരോ അവൻ തന്നെ നിങ്ങളെ രണ്ടാമതും കൊണ്ടുവരുന്നതാണ്. സൂറത്തു യാസീനിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അല്ലദീ ജഅല ലക്കും മിനശ് ശജറിൽ അഖ്ദരി നാറാ ഫഇദാ അൻതും മിൻഹു തൂഖിദൂൻ. അവലം യറൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ നുത്ഫാ ഫഇദാ ഹുവ ഖസീമും മുബീൻ വദറബ ലനാ മസലൻ വനസിയ ഖൽഖാ ഖാല മൻ യുഹ്യിൽ ഇദാമ വഹിയ റമീം ഖുൽ യുഹ്യീഹാ അല്ലദീ അൻശഅഹാ അവ്വല മർറ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون. أولم يرى الإنسان أن المنشأ കണ്ടില്ലേ, അന്നാ ഖലഖനാഹു മിൻ നുത്ഫാ, ഒരു നുത്ഫത്തിൽ നിന്നാണ് തീർച്ചയായും നാം അവനെ സൃഷ്ടിച്ചത്. എന്നിട്ടോ ഫൈദാ ഹുവ ഖസീമും മുബീൻ, അവനതാ വ്യക്തമായ നമ്മുടെ എതിരാളിയായിരിക്കുകയാണ്. വദറബ ലനാ മസലാ, നമുക്ക് അവൻ ഉപമ പറയുകയാണ്, ഉദാഹരണം പറഞ്ഞു തരികയാണ്. വനസിയ ഖൽഖാ, അവന്റെ സ്വന്തം സൃഷ്ടിപ്പിനെ അവൻ മറന്നു പോവുകയാണ്. അവൻ ചോദിക്കുകയാണ്, മയ്യുഹ്യിൽ ഇദാമ വഹിയ റമീം, ഈ എല്ലുകളെല്ലാം നുരുമ്പിപ്പോയിരിക്കെ ആരാണ് അതിന് ജീവൻ കൊടുക്കുക എന്നാണ് അവൻ തിരിഞ്ഞു നിന്ന് ചോദിക്കുന്നത്. ഉൽ നബിയെ, ഓതി കൊടുക്കണേ, പറഞ്ഞു കൊടുക്കണേ. യുഹ്യീഹാ അല്ലദീ അൻശഅഹാ അവ്വല മർറ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. അതിനെ ഒന്നാമതുണ്ടാക്കിയവനാരോ അവൻ തന്നെ അതിനെ രണ്ടാമത് കൊണ്ടുവരുന്നവനാണ്. അവന് എല്ലാതരം സൃഷ്ടിപ്പിനെ പറ്റിയും നന്നായി അറിയുന്നവനാണ്. അവന്റെ കാര്യം എങ്ങനെയെന്നറിയുമോ? ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അല്ലാഹു ഒരു കാര്യം ഉദ്ദേശിച്ചാൽ ഉണ്ടാകൂ എന്ന് പറഞ്ഞാൽ സ്പോട്ടിൽ അത് ഉണ്ടാവും, ഉണ്ടാകൂ എന്ന് പറഞ്ഞാൽ അപ്പം അത് ഉണ്ടാവും. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു പ്രശ്നമല്ല. അള്ളാഹ് ചോദിക്കാണ്, അഫഅയീനാ ബിൽ ഖൽഖിൽ അവ്വൽ ബൽ ഹും ഫീ ലബ്സിൻ മിൻ ഖൽഖിൻ ജദീദ്
നിങ്ങളെ ഒരു പ്രാവശ്യം സൃഷ്ടിച്ചു എന്ന് കരുതി നാം ക്ഷീണിച്ചു പോയി എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? നിങ്ങളാകട്ടെ പുതിയൊരു ജീവിതത്തെ കുറിച്ച് സന്ദേഹത്തിലാണ്. വീണ്ടും ഖുർആൻ പറയുകയാണ്, അവലം യറൽ ഇൻസാനു അവലം യറൽ ഇൻസാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ് സൂറത്തുൽ അഹ്ഖാഫിന്റെ അവസാന ഭാഗത്ത് നമുക്കത് കാണാം. ومن لا يجب داعي الله فليس بمعجز في الارض وليس له من دونه اولياء اولئك في ضلال مبين. أولم يروا أن الله الذي خلق السماوات والأرض ولم يحي بخلقهن بقادر على أن يحيي الموتى بلى إنه على كل شيء قدير. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച് അതിനെ പരിപാലിച്ചിട്ട് യാതൊരുവിധ ക്ഷീണവും സംഭവിക്കാത്ത പടച്ച തമ്പുരാന് നിങ്ങളെ കൊണ്ടുവരാനാ അള്ളാഹ്ക്ക് എന്ത് പ്രയാസമാണുള്ളത്? മനുഷ്യരെ, ആകാശ ഭൂമികളെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ സൃഷ്ടിക്കുന്നതിനേക്കാൾ എത്രയോ വലിയ കാര്യമാണ്. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം നിസ്സാരമാണ്. പക്ഷേ മനുഷ്യനെ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാളൊക്കെ എത്രയോ വലിയ സൃഷ്ടിയാണ് ആകാശഭൂമി. ആകാശഭൂമികളെ സൃഷ്ടിച്ചിട്ട് യാതൊരുവിധ ക്ഷീണവും സംഭവിക്കാത്ത പടച്ച തമ്പുരാന് നിങ്ങളെ രണ്ടാമത് കൊണ്ടുവരാൻ എന്താണ് പ്രയാസമുള്ളത്? ഇല്ല മനുഷ്യരെ, ഇല്ല. നിങ്ങളെ കൊണ്ടുവരാൻ അള്ളാഹ്ക്കൊരു പ്രയാസവുമില്ല. അതല്ലേ ഖുർആൻ പറഞ്ഞത്, യഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ ഫലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാനാ. മനുഷ്യ, നീ വിചാരിക്കുന്നുവോ നിന്റെ എല്ലുകളെ നാം ഒരുമിച്ച് കൂട്ടുകയില്ല എന്ന്? അതേ, നിന്റെ വിരൽ തലപ്പുകളെ പോലും ശരിപ്പെടുത്താൻ കഴിവുള്ളവനായിരിക്കെ ലോകത്ത് ജീവിക്കുന്ന കോടാനുകോടി മനുഷ്യരുടെ വിരലടയാളങ്ങൾ വ്യത്യസ്തമാണ്. മനുഷ്യരെ തിരിച്ചറിയാനുള്ള ഉപാധി കൂടിയാണ് അവന്റെ ഫിംഗർ പ്രിന്റ് എങ്കിൽ ആ വിരൽ തലപ്പുകളെ പോലും ശരിപ്പെടുത്താൻ കഴിവുള്ളവനായിരിക്കെ നാം നിങ്ങളെ രണ്ടാമത് കൊണ്ടുവരിക തന്നെ ചെയ്യുന്നതാണ്. ഒരു ഊത്തിന്റെ കാര്യമുള്ളൂ. ഇസ്രാഫീൽ എന്ന മലക്ക് ഒറ്റ ഊത്ത് ഖിയാമത്ത് നാളായി. അതിങ്ങനെ ഊതാൻ കാഹളെങ്ങനെ വായിൽ വെച്ച് കണ്ണും നട്ട് കാതുകൾ കൂർപ്പിച്ച് അള്ളാന്റെ കൽപ്പന കിട്ടാൻ വേണ്ടി ഇങ്ങനെ കാതോർത്തിരിക്കുന്ന ഒറ്റ ഊത്ത്. فصعق من في السماوات ومن في الارض الا من شاء الله ثم نفخ فيه اخرى فاذا هم قيام ينظرون. ഒന്നാമത്തെ ഊത്തിലെല്ലാം പോയി, അള്ളാഹ് ഒഴിച്ച് ബാക്കിയെല്ലാം തീരും. അതാണ് ഖുർആൻ പറഞ്ഞത്. മരിക്കാതെ നശിക്കാതെ കാലാകാലം ഇവിടെ ഉള്ളത് അള്ളാഹ് മാത്രം. അള്ളാനെ വിളിക്കണം, അള്ളാനോട് പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോ അതിന്റെ ഒരു കാരണം എന്താണെന്നറിയോ? മരണം ഇല്ലാത്തത് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ലോകത്തുള്ള എല്ലാം, ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇവിടെയുള്ള സകലതും നശിക്കാനുള്ളതാണ്. നശിക്കാത്ത ഒരാൾ ആരാ? കുല്ലുമന അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. നിന്റെ റബ്ബിന്റെ വജ്ഹ് മാത്രമാണ് ഇവിടെ ബാക്കിയാവുക. ബാക്കി എല്ലാം നശിക്കാനുള്ളതാണ്, എല്ലാം നാശമടയാനുള്ളതാണ്. ഒന്നാമത്തെ ഊത്തിലെല്ലാം സംഭവിക്കുകയാണ്. രണ്ടാമത്തെ ഊത്തുണ്ട്, അവരിങ്ങനെ എഴുന്നേറ്റ് നോക്കുന്ന. മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു കുതിച്ചു വരുന്ന ഖബറിന്റെ ഉള്ളിനെ പോലും ചോദിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരും കൊണ്ടുവരെ. എന്തിനാ കൊണ്ടുവരുന്നത്? പരലോകം എന്ന് പറയുന്ന ഒന്നുണ്ട്. ഇനി അങ്ങനെ ഒന്ന് ഉണ്ടാവണ്ടേ. മനുഷ്യ മനസ്സിന്റെ തേട്ടമാണ് നീതി കിട്ടണം എന്നുള്ളത്. ഈ ലോകത്ത് നീതി കിട്ടുമോ സഹോദരങ്ങളെ? 10 പേർക്ക് നീതി കിട്ടിയാൽ 10,000 പേര് നീതി കിട്ടാത്തവരുണ്ടാവും. ലക്ഷക്കണക്കിന് ആളുകൾ നീതി കിട്ടാത്തവരുണ്ടാകും. ഇലക്ഷന് പോലും അട്ടിമറി നടത്തുന്ന ആളുകൾ ഉണ്ടാകും. ഒരു ന്യായമായ കാരണവുമില്ലാതെ വോട്ടിംഗ് ലിസ്റ്റിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകളുടെ പേര് വെട്ടി. ഇവിടെ നമുക്ക് എല്ലാ കാര്യത്തിലും നീതി കിട്ടുന്നുണ്ടോ? നീതികേട് കാണിക്കുന്ന ആളുകൾ, നെറികേട് കാണിക്കുന്ന ആളുകൾ, തമ്മാടിത്തരങ്ങൾ കാണിക്കുന്ന ആളുകൾ, അക്രമങ്ങൾ, അന്യായങ്ങൾ, തോന്നിയാസങ്ങൾ എല്ലാം വർദ്ധിച്ചു വരികയാണ്. എന്തുകൊണ്ടാണെന്നറിയോ? അതിനെ പറ്റിയ ശിക്ഷാവിധികൾ ഇവിടെ നിലവിലില്ലാത്തത് കൊണ്ടാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചു, ഇന്ന് ഞായറാഴ്ച അല്ലേ? മെയ് മാസത്തിലെ 2ാമത്തെ ഞായറാഴ്ചന്റെ പ്രത്യേകത എന്താണെന്നറിയോ നിങ്ങൾക്ക്? എല്ലാ മെയ് മാസവും 2ാമത്തെ ഞായറാഴ്ചയാണ് ലോക മാതൃദിനം, മദേഴ്സ് ഡേ. ലോകം മുഴുവൻ
മദേഴ്സ് ഡേ ആചരിക്കുന്നത് എല്ലാ മെയ് മാസത്തെയും 2ാമത്തെ ഞായറാഴ്ചയാണ്. മാതാക്കളെ സ്നേഹിക്കാനും ആദരിക്കാനും പരിചരിക്കാനും ഇവരുടെ കൂടെ സമയം ചെലവഴിക്കാനും അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാനും ലോകം ഒരു ദിവസം തിരഞ്ഞെടുത്തിരിക്കുന്നു, മെയ് മാസത്തിലെ 2ാമത്തെ ഞായറാഴ്ച. മാതാപിതാക്കളുടെ അവസ്ഥ എന്താ പറഞ്ഞാ തീരോ? മക്കളെ പേടിച്ച് മാതാപിതാക്കൾ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലല്ലേ നമ്മളുള്ളത്. മാതാപിതാക്കൾ മക്കളുടെ കൈകളാൽ അതിക്രൂരമായ നിലക്ക് കൊല്ലപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസം കൂടി നമ്മൾ വായിച്ചു, സ്വന്തം മാതാവിനെയും ജ്യേഷ്ഠ സഹോദരനെയും കൊന്നു. എങ്ങനെ കൊന്നെന്നറിയോ? മാതാവിന്റെ കയ്യിൽ പിടിച്ച് കറക്കിട്ട് ചുമരിലേക്ക് ഒരു അക്ഷയേറ. താഴെ വീണ് കിടക്കുന്ന മാതാവിനെ ചവിട്ടിക്കൂട്ടി അതിക്രൂരമായ നിലക്ക് കൊന്ന് ജ്യേഷ്ഠനെ അടിച്ച് നിലത്ത് വീഴ്ത്തി കഴുത്തിൽ കാല് വെച്ച് ഞെരുക്കി അമർത്തി ശ്വാസം മുട്ടിച്ച് കൊന്ന് രണ്ടുപേരും മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയിട്ട് ആ ബെഡ്റൂമിലെ കട്ടിന്റെ അടിയിൽ ഈ ബോഡി വെച്ചിട്ട് കട്ടിലിന്റെ മേളിൽ കയറി കിടന്നുറങ്ങിയ മനുഷ്യൻ. നേരം പെടുത്ത് ഒരു കൂസലുള്ള പുറത്തൊക്കെ പോയി കറങ്ങി തിരിഞ്ഞൊക്കെ വന്ന് എന്നിട്ട് കുഴിയെടുത്തിട്ട് ഓരോ ദിവസം ഓരോരുത്തരെ കൊണ്ടുപോയിട്ട് അങ്ങോട്ട് മൂടി. എന്ത് ശിക്ഷ കൊടുക്കാൻ പറ്റും? എന്ത് ശിക്ഷ കൊടുക്കാൻ പറ്റും? ഇവിടത്തെ കോടതിക്ക് കൊടുത്താൽ തന്നെ 10 ആളെ കൊന്നവനെ ഒരു വട്ടല്ലേ കൊല്ലാൻ പറ്റുള്ളൂ. പരിപൂർണമായി നീതി എനിക്ക് കിട്ടണം. നീതി കിട്ടാതാകുമ്പോ ഏത് മതവിശ്വാസിയാണെങ്കിലും അവൻ പറയുന്ന ഒരു വർത്തമാനമുണ്ട്, എല്ലാം കാണുന്ന ഒരാൾ മുകളിലുണ്ട്. എനിക്ക് നീതി കിട്ടുന്ന ഒരു ദിവസം വരാനുണ്ട്. ഇവിടെയല്ലെങ്കിൽ അവിടെ. അത് മനുഷ്യ മനസ്സിന്റെ തേട്ടമാണ്. പരലോകം ഉണ്ടാകണമെന്നത് മനുഷ്യ മനസ്സിന്റെ തേട്ടമാണ്. ഇവിടെ നന്മ ചെയ്യുന്നവരും തോന്നിയാസം കാണിക്കുന്നവരും എല്ലാവരും സുഖമായി ഇവിടെ ജീവിക്കണം. രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്ത് അധ്വാനിച്ച് കുടുംബം പോറ്റുന്നവന്റെ പോക്കറ്റ് അടിക്കുന്നവൻ ലാവിഷായി ഇവിടെ ജീവിക്കാണ്. എങ്ങനെ നീതി ഉണ്ടാവും? അതാണ് ഖുർആൻ ഒരു ആയത്തിന്റെ അല്ല വെറുതെ ചോദിച്ചതല്ല. അം നജഅലുൽ ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി കൽ മുഫ്സിദീൻ. അല്ലാഹു ചോദിക്കുക, അം നജഅലുൽ ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി കൽ മുഫ്സിദീന ഫിൽ ഫുജാർ അം നജഅലുൽ മുത്തഖീന കൽ ഫുജാർ. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരായ ആളുകൾ കൽ മുഫ്സിദീന ഫിൽ അർദി. അം നജഅലുൽ ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി കൽ മുഫ്സിദീന ഫിൽ അർദി. ഈമാനുള്ളവർ സൽക്കർമ്മം ചെയ്യുന്നവർ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരെ പോലെ നാം അവരെ ആക്കുമോ? അം നജഅലുൽ മുത്തഖീന കൽ ഫുജാർ. മുത്തഖീങ്ങളും പുജാരികളും ഒരുപോലെ ആകുമോ? നാം അവരെ ഒരുപോലെ ആക്കുമോ? ഇന്നൽ അബ്റാറ ലഫീ നഈം വഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം. മുത്തഖീങ്ങൾ സുഖാനുഗ്രഹത്തിലാണ്, ഫുജ്ജാരികൾ ചമ്മാടികൾ തോന്നിയവാസികൾ അവരെ കാത്തിരിക്കുന്നത് കത്തിജ്വലിക്കുന്ന നരകമാണ്. അപ്പൊ രണ്ടാമതൊരു ജീവിതം വേണം. പരലോകം എന്ന് പറയുന്ന ഒന്ന് വേണം. ഇത് മനുഷ്യന്റെ മനസ്സിന്റെ തേട്ടമാണ്. പരിപൂർണമായി നീതി ലഭിക്കുന്ന ഒരു ലോകമുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ കോടതിയിലല്ലാതെ മനുഷ്യന് പരിപൂർണമായ നീതി ലഭിക്കുന്ന വേറൊരു സംവിധാനമില്ല. ചെറുപ്പത്തിലെ മരിച്ചു പോകുന്ന 2 വയസ്സുള്ള കുട്ടി പാമ്പ് കടിയേറ്റ് മരിച്ചു. എന്ത് തെറ്റ് ചെയ്തിട്ടാ? അവനും എങ്ങനെ അത് നീതിയാകും? 60 കൊല്ലം ജീവിക്കുന്നവരുണ്ട്, 10 ദിവസം ജീവിച്ചിട്ട് മരിച്ചു പോകുന്ന ആളുകളുണ്ട്, കുട്ടികളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. ഇപ്പൊ എല്ലാവർക്കും ഒരു ജീവിതം വേണ്ടേ? എല്ലാവർക്കും ഒരു ജീവിതം വേണം. അവർ ചെയ്ത സൽക്കർമ്മത്തിനനുസരിച്ച് പ്രതിഫലം ലഭിക്കുന്ന, അവർ ചെയ്ത തോന്നിയാസങ്ങൾക്കനുസരിച്ച് അവർക്ക് ശിക്ഷ ലഭിക്കുന്ന ഒരു ലോകം വേണം. അങ്ങനെ ഒരു ലോകമുണ്ട്. ലോകത്തേക്ക് വേണ്ടി പടക്കപ്പെട്ടവരാ നമ്മൾ. ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാണ്. അള്ളാഹു നമ്മളെ പഠിച്ചത് ദുനിയാവിന് വേണ്ടിയല്ല. അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത് ദുനിയാവിന് വേണ്ടിയല്ല. എന്നാൽ ദുനിയാവ് ആർക്ക് വേണ്ടിയാ? നമുക്ക് വേണ്ടിയാണ്. പ്രവാചകന്റെ ഹദീസിൽ അത് കാണാം. ദുനിയാ ഖുലിഖത് ലക്കും വഅൻതും ഖുലിഖതും ലിൽ ആഖിറ. ഈ ദുനിയാവ് നിങ്ങൾക്ക് വേണ്ടിയാണ്, എന്നാൽ നിങ്ങളെ ദുനിയാവിന് വേണ്ടിയല്ല. വഅൻതും ഖുലിഖതും ലിൽ ആഖിറ. നിങ്ങളെ അള്ളാഹു പഠിച്ചത് ആഖിറത്തിന് വേണ്ടിയാണ്, പരലോകത്തിന് വേണ്ടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ നിങ്ങളെ നമ്മളൊക്കെ പഠിച്ചത്. അങ്ങനെ ഒരു ജീവിതം ഉണ്ട്. ഇവിടെ ജീവിക്കുമ്പോൾ ആ ഒരു ബോധം ഉണ്ടാകണം. ആ ജീവിതത്തിലേക്ക് വേണ്ടത് സമ്പാദിക്കണം. അതിനാണ് ഇവിടെ കെട്ടിപ്പൂട്ടി സമ്പാദിക്കാനല്ല. ഇവിടെ സമ്പാദിക്കുക ഹലാലായ മാർഗത്തിലൂടെ എത്ര വേണമെങ്കിലും സമ്പാദിക്കുക. അതിന് പരിധിയൊന്നുമില്ല. ഇസ്ലാം ഇത്രേ സമ്പാദിക്കാവെന്ന് പറഞ്ഞിട്ടില്ല. ഹലാലായ മാർഗത്തിലൂടെ ഒരാൾക്ക് എത്ര വേണമെങ്കിലും അയാൾക്ക് സമ്പാദിക്കാം. അയാൾ അതിന്റെ സക്കാത്ത് സ്വതക്ക എല്ലാം കൃത്യമായി കൊടുത്തു കിട്ടിയാൽ ഒരു പ്രശ്നവും ഇല്ല.
പക്ഷേ ഈ ദുനിയാവിൽ നിങ്ങൾ സമ്പാദിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും ഇവിടെ നിന്ന് പോകുമ്പോ സമ്പാദ്യ മുതലിൽ നിന്ന് 3 ക്ഫാന. അത് മാത്രമല്ല അതിലെപ്പോഴും വഹദാന. ഏത് മനുഷ്യനും തന്റെ സമ്പത്തിൽ നിന്ന് കൊണ്ടുപോകാൻ കഴിയുന്നത് എന്താണ്? അവന്റെ ശരീരത്തെ പൊതിയാനുള്ള 3 കഫം പുടവയല്ലാതെ ഈ ദുനിയാവിൽ നിന്ന് സഹോദരങ്ങളെ നമ്മുടെ വീടോ പറമ്പോ വാഹനമോ നമ്മുടെ ആഭരണങ്ങളോ ബാങ്ക് ബാലൻസോ ഒന്നും തന്നെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്നതല്ല. എത്ര സമ്പാദിച്ചാലും അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, യഖൂലുൽ അബ്ദു മാലി മാലി വഇന്നമാ ലഹു മിൻ മാലിഹി സലാസുൻ മാ അകല ഫഅഫ്നാ ഔ ലബിസ ഫഅബ്ലാ ഔ അഅതാ ഫഖ്തനാ വമാ സിവാ ദാലിക ഫഹുവ ദാഹിബുൻ വതാരികുഹു ലിന്നാസ്. അർത്ഥവത്തായ ചിന്താർഹമായ ഏതൊരു മനുഷ്യന്റെയും ചിന്തയെ ഉദ്ദീപിപ്പിക്കുന്ന തട്ടി ഉണർത്തുന്ന വളരെ പ്രസക്തമായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനമാണ്. യഖൂലുൽ അബ്ദു, മനുഷ്യൻ പറയും, മാലി മാലി, എന്റെ പണം, എന്റെ പണം, എന്റെ ധനം, എന്റെ ധനം. പണത്തിനു വേണ്ടിയാണ് തമ്മിത്തല്ലുന്നത്, അമ്മയെ തല്ലിക്കൊന്നത്, വല്യച്ഛനെ കൊന്നുകളഞ്ഞത്, സഹോദരങ്ങൾ തമ്മിൽ പിണക്കത്തിലായത്, അയൽവാസികൾ തമ്മിൽ തർക്കത്തിലായത്. പണത്തിന്റെ പേരിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് സഹോദരങ്ങൾ, പറഞ്ഞാൽ തീരോ? പ്രവാചകൻ മനുഷ്യൻ പറയാണ് എന്റെ ധനം, എന്റെ ധനം. മനുഷ്യന് എത്ര കിട്ടിയാലും മതിയാകാത്ത എന്താണെന്നറിയോ? സമ്പത്താണ്. ഇപ്പൊ നന്നായി ഭക്ഷണം കഴിക്കുന്ന ഒരു മനുഷ്യൻ റപ്പായിനെ കൂട്ടിക്കുക, എത്ര നമ്മൾ കൊടുത്ത അവസാനം വയറ് നിറഞ്ഞ് ഏമ്പക്കം വന്നാ മതി, പണം കൊടുത്തു നോക്കിയാൽ മതി എന്ന് പറയില്ല. പ്രവാചകന് മറ്റൊരു ഹദീസിൽ കാണാം, ലൗകാന ലിബ്നി ആദമ വാദിയാനി മിൻ മാലിൽ ലബ്തഗാ സാലിസാ വലാ യംലഉ ജൗഫ ബിനി ആദമ ഇല്ല തുറാബ്. ആദമിന്റെ മക്കൾക്ക് 2 താഴ്വര നിറയെ സ്വർണമുണ്ടായാൽ മൂന്നാമതൊന്നു കൂടി അവൻ ആഗ്രഹിക്കുന്നതാണ്, മനുഷ്യന്റെ ഉള്ളം നിറയ്ക്കാൻ മണ്ണിനല്ലാതെ കഴിയില്ല. അഥവാ മരിച്ച് ഖബറിൽ കൊണ്ടുപോയിട്ട് വെക്കണം, അല്ലാണ്ട് പണത്തിനോടുള്ള ആർത്തി അവന് തീരൂല. അപ്പൊ എന്റെ പണം, എന്റെ പണം എന്നിങ്ങനെ അവൻ പറയുകയാണ്. യഖൂലുൽ അബ്ദു മാലി മാലി വഇന്നമാ ലഹു മിൻ മാലിഹി സലാസുൻ. വാസ്തവത്തിൽ അവന്റെ ധനത്തിൽ നിന്ന് 3 മാത്രമേ അവന് ഉപകരിക്കുകയുള്ളൂ. എന്തൊക്കെയാണ്? മാ അകല ഫഅഫ്ന, അവൻ തിന്നു തീർത്തതാണ്. കുറെ ഉണ്ട് എന്ന് വിചാരിക്കാം, എന്ത് ചെയ്യാൻ പറ്റും? തിന്നാൻ പറ്റും. ഉണ്ടായിട്ട് കോടികൾ ഉണ്ടായിട്ട് കട്ടൻ ചായയിൽ ഒരു മധുരമിട്ട് കുടിക്കാൻ പറ്റാത്ത എത്ര മനുഷ്യന്മാരുണ്ടെന്ന് അറിയോ? ഷുഗർ അടിച്ച് കയറിയിട്ട് ആലോചിച്ച് ഉണ്ട്, പക്ഷെ തിന്നാൻ പറ്റണ്ടേ? ഇനി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ആകെ തിന്നാൻ പറ്റും, കുറെ തിന്നാൻ പറ്റും, ഒരു പരിധിയില്ലേ? ആഗ്രഹിക്കണൊക്കെ തിന്നാൻ പറ്റും, അത് പരലോകത്തേ പറ്റുള്ളൂ, ഇവിടെ പറ്റൂല. ഞാൻ വിചാരിക്കാണ് ഒരു 10 ബിരിയാണി തിന്നണം. എന്റെ മുന്നിൽ ഒരു 10 ബിരിയാണി കൊണ്ടുവന്ന് വെച്ചിട്ട് അത് എന്നോട് തിന്നാൻ പറഞ്ഞാൽ എന്റെ പോക്കറ്റിൽ ഞാൻ പണം എടുത്ത് 10 ബിരിയാണി എന്റെ സ്വന്തം ഞാൻ വാങ്ങി മുന്നിൽ വെച്ച് ഞാൻ തിന്നണമെന്ന് ആഗ്രഹിച്ച് എനിക്ക് തിന്നാൻ പറ്റുമോ? പറ്റൂല. പരലോകത്ത് ഒരു മനുഷ്യൻ വിചാരിക്കണേ ഇതൊക്കെ തിന്നണം, ഈ തോട്ടത്തിലുള്ള മുഴുവൻ തിന്നാം. ആഗ്രഹങ്ങൾ നടക്കുന്ന പരലോകത്ത. ഇവിടെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പോലും, നമ്മുടേതാണെങ്കിൽ പോലും നമ്മൾ ആഗ്രഹിച്ച പോലും നടക്കൂല. അതാണ് ദുനിയാവും പരലോകവും തമ്മിലുള്ള വ്യത്യാസം. പരലോകത്ത് എത്ര വേണമെങ്കിലും തന്നെ പ്രവാചകൻ പറയാണ്, അവിടെ അതാ മനുഷ്യർ മൂത്രിക്കുകയോ കാഷ്ടിക്കുകയോ ഇല്ല. അവർ എന്തെല്ലാം തിന്നാലും ഒരു ഏമ്പക്കമാണ്, പിന്നെയോ കസ്തൂരി സുഗന്ധമുള്ള ഒരു വിയർക്കലാണ്. എല്ലാം കഴിഞ്ഞു, മനസ്സിലായില്ലേ? ഓർമ്മയില്ല. അപ്പൊ ഇവിടെ ആഗ്രഹിച്ചാൽ പോലും നടക്കൂല. ഇനി ഉണ്ടെങ്കിൽ ഒരു മനുഷ്യൻ അതിൽ നിന്ന് അവന്റെ വയറ്റിൽ കൊള്ളാവുന്നത് അവന് തിന്നാം. ഉള്ളവൻ കൂടിയത് തിന്നുമ്പോ ഇല്ലാത്തവൻ, ഉള്ളവൻ വിഭവ സമൃദ്ധമായത് തിന്നുന്നു, ഇല്ലാത്തവൻ ചിലപ്പോ റേഷൻ കടയിൽ നിന്ന് അരി വാങ്ങിയിട്ടായിരിക്കും തിന്നാം. ഉള്ളവനും ഇല്ലാത്തവനും തിന്നുന്നുണ്ട്, പിന്നെ എന്ത് വ്യത്യാസം? രണ്ടാമത് പ്രവാചകൻ പറയാ, അവൻ ധരിച്ചു ദ്രവിച്ചു പോയതാണ് അവന്റെ സമ്പത്തിൽ നിന്ന് അവൻ ഉപകരിക്കുന്നത്. വസ്ത്രം ധരിക്കാം, ഒന്നിന്റെ പുറത്ത് ഒന്നിടാൻ പറ്റും, ഒന്നെ ഇട്ടിട്ട് നടക്കാൻ പറ്റുള്ള, ചൂടായിട്ട് ഊരിയിട്ടിട്ട് നടക്കണേ, മനസ്സിലായില്ലേ? അപ്പൊ ഉണ്ടെങ്കിലും ഉള്ളവൻ മുന്തിയ തരം വസ്ത്രം ധരിക്കുന്നു, ഇല്ലാത്തവൻ താണ തരം വസ്ത്രം ധരിക്കുന്നു. ഈ സമ്പത്തിൽ നിന്ന് തിന്നാ ധരിക്കാന്നല്ലാതെ പിന്നെന്താ? എന്തെങ്കിലും നല്ല മാർഗത്തിൽ നീ കൊടുത്ത് ശേഖരിച്ചിട്ടുണ്ടെങ്കിൽ അത് നാളെ നിന്റെ മരണാനന്തര ജീവിതത്തിൽ നിനക്കുണ്ടാകും. ഇതല്ലാത്തതെല്ലാം അതല്ലാത്തതെല്ലാം മറ്റുള്ള ആളുകൾക്ക് വേണ്ടി ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകേണ്ടവനാണ് നീ. എന്റെ പേരിലാണ് എന്റെ വീടും പറമ്പെന്ന് വിചാരിക്കും, ഞാൻ മരിച്ചു, എന്റേതല്ലാതായി, അനന്തരാവകാശികൾ വേറെയായി, അവര് തമ്മിൽ തന്നെയാണ്, മക്കള്, കേസ്, അല്ലേ?
അപ്പൊ എന്റെ പേരിലാണെങ്കിലും എന്റെ മരണത്തോടുകൂടി എല്ലാം എന്റേതല്ലാതായി തീർന്നു. എന്റെ വീടും എന്റെ പറമ്പും എന്റെ വാഹനവും കബറിൽ കൊണ്ടുപോയിട്ട് വെക്കാൻ പറ്റുമോ? ഇനി ഏക്കറണക്കിന് സ്ഥലം ഉണ്ടെന്നൊരു വിശാലമായ കബറുണ്ടാക്കിയിട്ട് കിടത്താൻ പറ്റുമോ? ഇല്ല. 2-3 വീടുണ്ടെന്ന് വിചാരിച്ചിട്ട് ആകെ ഒരു ശരീരമല്ലേ ഉള്ളൂ. ഒരു ദിവസം ഒരു സ്ഥലത്തല്ലേ കിടക്കാം, ഒരു കട്ടിലല്ലേ കിടക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടുന്ന് പോകുമ്പോ വയബഖാ അമലുഹു, അവന്റെ അമൽ മാത്രമാണ് ബാക്കിയാവുക. ഖബറിലേക്ക് ഒരു രൂപം ഇങ്ങനെ വരികയാണ്, ശിക്ഷയുടെ രൂപം വരികയാണ്. ആ മയ്യിത്തിന്റെ തലക്കും ഭാഗത്തേക്ക് വരികയാണ്. ആ മനുഷ്യന്റെ തലയിലൂടെ ആ മയ്യിത്തിന്റെ ശരീരത്തിലേക്ക് ആ ശിക്ഷയുടെ രൂപം പ്രവേശിക്കാൻ വരുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നമസ്കാരം വന്ന് ബ്ലോക്ക് ചെയ്യുകയാണ്. സുബ്ഹാനല്ലാഹ്. ആണ് നിസ്കാരേ. ദുനിയാവില് മനസ്സിന് നല്ലൊരു ആശ്വാസം കിട്ടും, ആസ്വാദനം കണ്ടെത്താൻ കഴിയും. ഖബറിലോ തലയിലൂടെ നിസ്കാരം വന്നിട്ട് ആ ശിക്ഷയെ ബ്ലോക്ക് ചെയ്യും. അപ്പൊ ആ ശിക്ഷ അവന്റെ വലതു ഭാഗത്തേക്ക് മാറുകയാണ്. അവൻ സക്കാത്ത് വന്ന് ബ്ലോക്ക് ചെയ്യുകയാണ്. അവന്റെ ഇടത് ഭാഗത്തേക്ക് വരികയാണ്. അവന്റെ മറ്റുള്ള അമലുകൾ വരികയാണ്. അവന്റെ കാൽ ഭാഗത്തു കൂടി ആ ശിക്ഷ മയ്യത്തിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുമ്പോ അവന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, കുടുംബ ബന്ധം ചേർത്തത്, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്തത്, അതൊക്കെ വന്നിട്ട് ബ്ലോക്ക് ചെയ്യും. ശരീരത്തിൽ ഒരു വശത്തു കൂടി ആ ശിക്ഷ ആ മയ്യത്തിലേക്ക് കയറാൻ അവന്റെ അമലുകൾ സമ്മതിക്കൂല. ബ്ലോക്ക് ചെയ്ത് തട്ടി മാറ്റിക്കളയും. അത് തിരിച്ചു കൂട്ടി വരും. ജീവിതത്തിൽ അമലുകൾ വേണം, സൽക്കർമ്മങ്ങൾ വേണം, നന്നാകണം, മനസ്സ് നന്നാക്കണം, നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യണം, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യണം. അല്ല തോന്നിയ പോലെ അടിച്ചു പൊളിച്ച് തിന്ന് കുടിച്ച് ഭോഗിച്ച് അങ്ങനെ നാൽക്കാലികളെ പോലെ ജീവിക്കേണ്ടവരല്ല. അന്ന് ഇങ്ങനെ ടൈം പാസിന് വേണ്ടി, നേരം പോക്കിന് വേണ്ടി വെറുതെ ഒരു കൺതമാശയായിട്ടില്ല മനുഷ്യന്മാരെ നമ്മളെ ഇങ്ങോട്ട് വിട്ടത്. ഇങ്ങനെ ഖുർആൻ ചോദിച്ചേ, അഫഹസിബതും അന്നമാ ഖലഖനാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. മനുഷ്യരെ, നിങ്ങൾ വിചാരിക്കുന്നുവോ നാം നിങ്ങളെ വെറുതെ സൃഷ്ടിച്ചു എന്നാണോ നിങ്ങൾ വിചാരിച്ചിട്ടുള്ളത്? അബസ എന്ന് പറഞ്ഞാൽ മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചത് എങ്ങനെയാണ്? അൽ ഇഹ്മാലു കമാ ഖുലിഖത്തിൽ ബഹായിം ലാ സവാബ വലാ ഇഖാബ ഫീ ഖൈരിഹി വശരിഹി. നാൽക്കാലികളെ പടച്ചതുപോലെ മനുഷ്യരെ നാം നിങ്ങളെ വെറുതെ സൃഷ്ടിച്ചു എന്നാണോ നിങ്ങൾ വിചാരിച്ചിട്ടുള്ളത്? ആ നാൽക്കാലികളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മേൽ ഹറാമും ഹലാലും രേഖപ്പെടുത്താനാളില്ല. ഒരു പോത്ത് വന്നിട്ട് അന്യന്റെ പറമ്പിൽ കയറി കൃഷിയെല്ലാം തിന്ന് നശിപ്പിച്ചാൽ പോത്തിന്റെ മേൽ ഒരു പാപം, ഒരു തിന്മ, ഒരു കുറ്റം, ഒരു ശിക്ഷ ഉണ്ടോ? ഇല്ല. ഇതുപോലെയാണോ മനുഷ്യരെ നിങ്ങളുടെ ജീവിതം? ആണോ? എല്ലാം കൃത്യമായി എഴുതി രേഖപ്പെടുത്തപ്പെടുകയാണ്. കിറാമൻ കാത്തിബീൻ യഅലമൂന മാ തഫ്അലൂൻ. മാന്യന്മാരായ ചില എഴുത്തുകാരുണ്ട്, നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം അവരറിയുന്നുണ്ട്. അവർ എല്ലാം ക്യാമറ കണ്ണുകൾ വെല്ലുന്ന സംവിധാനമാണ് അള്ളാഹു ഏർപ്പെടുത്തിയത്. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ വലിയൊരു മാളിലേക്ക് ചെല്ലുമ്പോൾ ക്യാമറ നിരീക്ഷണത്തിൽ മൊത്തം ക്യാമറയാണ് അല്ലേ? ഓ, നമ്മളൊന്ന് മഞ്ചായി, വളരെ ശ്രദ്ധിച്ച്, കാരണം ക്യാമറ ഇട്ട് പെടും അല്ലേ? ഇതിനേക്കാൾ വലിയ സംവിധാനം ഖുർആന്റെ ഒരു ആയത്ത് എന്താണെന്നറിയോ? ഇന്നാ കുന്നാ നസ്തൻസിഹു മാ കുൻതും തഅമലൂൻ. നിങ്ങൾ പ്രവർത്തിക്കുന്നത് നാം പകർത്തിയെടുക്കുന്നുണ്ടായിരുന്നു. കോപ്പി റൈറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓ, ഇങ്ങനെ ഒപ്പിയെടുക്കണം, പകർത്തിയെടുക്കണം. ഫോട്ടോ കോപ്പി എടുത്ത പോലെയാ. എല്ലാം ഉണ്ടാവും. ഒരു കിതാബ് ഉണ്ടാവും. ആ കിതാബ് ഇങ്ങനെ പരലോകത്ത് ഇങ്ങനെ വിചാരണയുടെ ലോകത്ത് വിചാരണ പല പാർട്ടുകളിലായിട്ട് നടക്കാം. നന്മ തിന്മകൾ മീസാനിൽ വെച്ച് തൂക്കി നോക്കിയിട്ട് ഒരു വിചാരണ, പിന്നെ കിതാബ് വലത് കൈയിൽ ഇടത് കൈയിലൊക്കെ നൽകിയിട്ടുള്ള ഒരു വിചാരണ. ആ കിതാബൊക്കെ കിട്ടുമ്പോൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇലക്ഷന്റെ റിസൾട്ട് ഒക്കെ വന്നു, പലരും ജയിച്ചു, അവരൊക്കെ ഇങ്ങനെ വിജയം കൂടിയൊക്കെ പാറിച്ച് അവർ MLA ആയി, സർട്ടിഫിക്കറ്റ് ഒക്കെ ഇങ്ങനെ 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 പൊക്കി കാണിക്കണ്ടല്ലോ. ഞാൻ MLA ആയി, മന്ത്രിയായി, മുഖ്യമന്ത്രിയായി, എന്തോ ഒരു സന്തോഷം എന്നറിയും അല്ലെ? ആകെ ഇങ്ങനെ വായിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇതൊക്കെ പൊക്കി കാണിക്കുന്ന ഒരു രംഗമുണ്ട് പരലോകത്ത്. അല്ലാത്തൊരു രംഗാണത്. ആ കിതാബ് ഇങ്ങനെ കൊടുത്തിട്ട് എന്താ പറയുന്നത്? അമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫയഖൂലു ഹാഉം ഖറഊ കിതാബിയാ. വലത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെടുന്ന ആളുകൾ അതിങ്ങനെ ഉയർത്തി കാണിക്കുകയാണ്. ദാ നോക്കിക്കോ, എന്റെ സർട്ടിഫിക്കറ്റ് നോക്കിക്കോ, എന്റെ കിതാബ് നോക്കിക്കോ, എന്റെ ഏട് നോക്കിക്കോ. അതിങ്ങനെ പ്രദർശിപ്പിക്കുകയാണ്, ഉയർത്തിക്കാട്ടുകയാണ്. എന്നിട്ട് അവൻ പറയുകയാണ്, ഇന്നി ളനന്തു അന്നി മുലാഖിൻ ഹിസാബിയാ ഫഹുവ ഫീ ഈശത്തിർ റാദിയ ഫീ ജന്നത്തിൻ ആലിയ ഖുതൂഫുഹാ ദാനിയ കുലൂ വശ്റബൂ ഹനീഅൻ ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ. അവൻ പറയും, ഇപ്പൊ നമ്മള്
പലരും ജയിച്ചപ്പോ എന്താ പറഞ്ഞത്? ജയിക്കുന്ന എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, അല്ലെ? ഞാൻ ജയിക്കുന്ന എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പരലോകത്ത് വരുമ്പോ അവര് പറയാ, ഇങ്ങനെ പരലോകത്തൊരു കിതാബുണ്ട്, ഒരു വിചാരണയുണ്ട്, അത് കണ്ടുമുട്ടേണ്ടി വരുമെന്ന് ഞാൻ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അതനുസരിച്ച് അവൻ പ്രവർത്തിച്ചു. ഖുറാൻ പറയാ, അതുകൊണ്ട് അവൻ തൃപ്തികരമായ ജീവിതത്തിലാണ്, ഉന്നതമായ സ്വർഗത്തിലാണ്. പടങ്ങളൊക്കെ ഇങ്ങനെ അടുത്തു വരുന്ന. ഇവിടെ തോറ്റ് ചിലപ്പോൾ പലരും പല തരത്തിലുള്ള ന്യായങ്ങളും പറഞ്ഞു. وأما من أوتي كتابه بشماله فيقول يا ليتني لم أوت كتابيا ولم أدر ما حسابيا يا ليتها كانت القاضية ما أغنى عني ماليا هلك عني سلطانيا خذوه فغلوه ثم الجحيم صلوه ثم في سلسلة ذرعها 70 ذراعا فاسلكوه. ഇടത്തെ കയ്യിൽ കിതാബ് കിട്ടിയ മനുഷ്യന്മാര് അവര് പറയാണ്, ഇങ്ങനെ ഒരു റിസൾട്ട് വന്നില്ലായിരുന്നെങ്കിൽ, ഇങ്ങനെ ഒരു ഫലപ്രഖ്യാപനം ഇല്ലായിരുന്നെങ്കിൽ, മരണത്തോടുകൂടി എല്ലാം അവസാനിച്ചിരുന്നുവെങ്കിൽ, രണ്ടാമതൊരു ജീവിതം ഇല്ലായിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞ് വാവിട്ട് കരയണം. അവിടെ മത്സരിക്കേണ്ടിയില്ലായിരുന്നു. പലരും പറയണം, പക്ഷെ അവിടെ നിൽക്കേണ്ടിയില്ലായിരുന്നു, അല്ലെ? പരലോകത്തിലും ഇതായിട്ട് പറയണം, ഇങ്ങനെ ഒരു കിതാബില്ലായിരുന്നെങ്കിൽ, മരണത്തിലെ ഒരു ജീവിതം ഇല്ലായിരുന്നെങ്കിൽ, ഇങ്ങനെ വിധി പ്രഖ്യാപനം നടത്തുന്ന ഒരു ദിവസം ഇല്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് പറയുന്ന വല്ലാത്തൊരു രംഗമുണ്ട്. നമ്മുടെയൊക്കെ കിതാബ് നമ്മുടെ കൈകളിലേക്ക് തരുമ്പോ വലത് കൈയിൽ മുന്നിലൂടെ വാങ്ങാൻ നമുക്ക് പറ്റില്ല. എല്ലാം ഉണ്ടതില്, ഒന്നും വിട്ടുപോകൂല, ഒരു സാധനം വിടൂല. ചെറുതാകട്ടെ വലുതാകട്ടെ. സൂറത്ത് കഹ്ഫിൽ അല്ലാഹു ഇത് പറയുന്നുണ്ട്, വബുദിഅൽ കിതാബ് ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹി വയഖൂലൂന യാ വൈലതനാ മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ വവജദൂ മാ അമിലൂ ഹാദിറാ വലാ യദ്ലിമു റബ്ബുക അഹദാ. അവരിങ്ങനെ ബേജാറാവാണ്, ഭയവിഹ്വലരാകാണ്, പേടിച്ച് ഉറച്ച്. എന്തൊരു കിതാബ്, ചെറുതും വലുതായ ഒന്നും വിട്ട് കളഞ്ഞിട്ടില്ലല്ലോ. എല്ലാം ഉണ്ടതില്. ഉമ്മ അറിയാതെ, ഭാര്യ അറിയാതെ, മക്കളറിയാതെ, നാട്ടുകാരറിയാതെ, വീട്ടുകാരറിയാതെ, നാട് വിട്ടു പോയപ്പോ, ട്രിപ്പ് പോയപ്പോ, തന്നെ പരിചയമുള്ള ഒരാളില്ലാത്തൊരു നാട്ടിലെത്തിയപ്പോ അങ്ങനെ ചെയ്തു കൂട്ടിയതെല്ലാം അതിന്റെ ഇങ്ങനെ മറച്ചു നോക്കുമ്പോ എല്ലാം ഉണ്ട്. ഇങ്ങനൊരു ദിവസം, റിസൾട്ടിന്റെ ദിവസം, പരീക്ഷയുടെ ദിവസം, ഫലപ്രഖ്യാപനത്തിന്റെ ദിവസം നമ്മുടെ മുന്നിൽ വരാനുണ്ട്. ഇപ്പൊ SLC എക്സാം ചെയ്ത കുട്ടികൾ റിസൾട്ട് കാത്തിരിക്കണം, +2 റിസൾട്ട് കാത്തിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ ഒരു പരീക്ഷാ ഹോളിലേക്ക് നമ്മളെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. നമ്മളൊക്കെ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. അതിന്റെ റിസൾട്ട് കിട്ടുന്ന നാളെ പരലോകത്താ. തോറ്റുപോയ പരീക്ഷ എഴുതാനുള്ള ചാൻസ് ഇല്ല, രണ്ടാമത് എഴുതിയെടുക്കാനുള്ള അവസരമില്ല. ഒറ്റ ചാൻസ്, ഒരേ ഒരു ലൈഫ്, ഒറ്റ ലൈഫ്. ഈ ഒരൊറ്റ ജീവിതം കൊണ്ട് നമ്മൾ നന്നാകണം, നന്നായേ പറ്റൂ. അവിടെ ചെന്നിട്ട് പടച്ചോനെ ഞങ്ങളൊന്ന് തിരിച്ചുവിടാല്ല, കുറച്ച് സമയം നീട്ടിത്താല്ല, ഞങ്ങൾ ചെയ്യാല്ല, ഒന്നുകൂടി ദുനിയാവിലേക്ക് മടക്കി താല്ല, ഞങ്ങൾ ചെയ്യാല്ല എന്നൊക്കെ പറയും. ഇല്ല, ചാൻസ് ഇല്ല, രക്ഷയില്ല. നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കണമെങ്കിൽ സഹോദരങ്ങളെ, ഈ ഒരൊറ്റ ലൈഫ്, ഒരേ ഒരു ചാൻസ്, ഒരേ ഒരു ജീവിതം, വളരെ ചുരുങ്ങിയ കാലയളവ്, അതിനുള്ളിൽ ജീവിതത്തിൽ നന്മകൾ ചെയ്ത് മുന്നേറാൻ നമുക്ക് സാധിക്കണം. ജീവിതം ശുദ്ധീകരിക്കുക, അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമുണ്ടാവുക, തെറ്റുകൾ അവസാനിപ്പിക്കുക, നന്മകൾ അധികരിപ്പിച്ച് മുന്നേറുക. ജീവിതത്തിൽ അമലു സ്വാലിഹാത്ത് ഉണ്ടാവണം. നമസ്കാരവും സക്കാത്തും നോമ്പും ഹജ്ജും ഉംറയും ഖുർആൻ പാരായണവും ദിക്ർ ദുആ സ്വലാത്തുകൾ, നന്മകൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അയൽവാസിയെ പരിഗണിക്കലും, കുടുംബബന്ധം പാലിക്കലും, മനുഷ്യരെ സ്നേഹിക്കലും, മനുഷ്യരെ മനുഷ്യരായി കാണലും, മനുഷ്യത്വം ഉണ്ടാകലും, ഇങ്ങനെ എല്ലാ നന്മകളും നമ്മളിൽ സമ്മേളിച്ചാലല്ലാതെ നാളെ പരലോകത്ത് നമ്മുടെ മീസാൻ കനം തൂങ്ങുകയില്ല എന്ന് മനസ്സിലാക്കാതിനേക്കാളൊക്കെ ഉപരിയായി ഈ കർമ്മങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നമ്മുടെ വിശ്വാസം നമ്മൾ ക്രമീകരിക്കുക. നമ്മുടെ വിശ്വാസത്തിൽ ഒരിക്കലും റബ്ബിനോടല്ലാതെ നമ്മൾ തേടാൻ പാടില്ല. ഒരു ജാറത്തിലും നമ്മൾ പോയി പ്രാർത്ഥിക്കാൻ പാടില്ല. ഒരു മഹാന്റെ അടുക്കൽ പോയിട്ട് സങ്കടം പറയാൻ പാടില്ല. ഒരു ബദരീങ്ങളുടെ പേരിലും മൗലിയാക്കളുടെ പേരിലും ഏത് മഹാന്റെ പേരിലാണെങ്കിലും ഒരു നേർച്ചക്കും ഉറൂസിനും നമ്മൾ പോകാൻ പാടില്ല. ഇനി ഒരിക്കലും ജീവിതത്തിൽ പ്രയാസം ഉണ്ടാകുമ്പോൾ കെട്ടിപ്പോക്കിയ കവറും തേടി നിങ്ങൾ പോകണ്ട. നിങ്ങളെ പടച്ച നിങ്ങളുടെ റബ്ബുണ്ട്, അവനാണ് കേൾക്കുന്നവൻ, അവനാണ് ഉത്തരം തരുന്നവൻ. ഉദ്ഊനി അസ്തജിബ് ലക്കും, എന്നോട് ചോദിച്ചോ അങ്ങക്ക് തരാ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിലൂടെ നമുക്ക് ഓതി തരുമ്പോ അള്ളാഹുവിനെ വിട്ടുകൊണ്ട് നാം ഒരിക്കലും വേറൊരു ശക്തിയിലേക്ക് നമ്മുടെ മനസ്സ് മടങ്ങരുത്.
അള്ളാഹു അല്ലാത്ത ഒന്നിനോടും നമ്മൾ പോകരുത്. കാരണം അത് ഷിർക്കാണ്, അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. അള്ളാഹു അവന്റെ ഖുർആനിൽ പൊറുക്കില്ല എന്ന് എടുത്തു പറഞ്ഞ ഒരേ ഒരു പാപമുണ്ടെങ്കിൽ അത് ഏതാണ് സഹോദരങ്ങളെ? അത് ഷിർക്കാണ്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ضل ضلالا بعيدا. അള്ളാഹു പൊറുക്കില്ല എന്ന് ഖുർആൻ പറഞ്ഞത് ഷിർക്കാണ്. അപ്പൊ മുഹമ്മദ് നബിയെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ, ഔലിയാക്കളെ സഹായിക്കണേ, കാഞ്ഞിരമറ്റത്തെ ഷെയ്ഖെ ഞങ്ങളെ സഹായിക്കണേ, ഭീമാപള്ളിയിലെ ബീവിയെ ഞങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റണേ. ഇത് ഷിർക്കാണ്, അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. ആ വിശ്വാസത്തോടെ നീ മരിച്ചു പോയാൽ നിന്റെ പരലോകം കഴിച്ചിലാവില്ല. നിന്നെ രക്ഷപ്പെടുത്താൻ ഒരു ത്വരീഖത്തിന്റെ ഉസ്താദും വരില്ല, ഒരു സംഘടനയുടെ നേതാവും വരില്ല, ഒരു മഹല്ല് സെക്രട്ടറിയും വരില്ല. ആര് വന്നാലും നിന്നെ രക്ഷപ്പെടുത്താനോട്ട് കഴിയേയില്ല. അത് പ്രവാചകന്മാരുടെ ചരിത്രമാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അതുപോലെ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അവര് സ്വർഗത്തിൽ പോകുമ്പോ അവരുടെ ഭാര്യമാര് നരകത്തിൽ പോവാ. പ്രവാചകന്മാരായിട്ട് പോലും അവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഖുർആൻ അത് പറയുന്നുണ്ട്. ضربallahu مثلا ضربallahu مثلا للذين كفروا امرأة نوح وامرأة لوط كانتا تحت عبدين من عبادنا صالحين فخانتاهما فلم يغنيا عنهما من الله شيئا وقيل ادخلا النار مع الداخلين. നൂഹ് നബി അലൈഹിസ്സലാം, ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആ രണ്ട് പ്രവാചകന്മാരും പ്രബോധനം ചെയ്ത ആദർശം സ്വീകരിക്കാൻ രണ്ടുപേരുടെയും ഭാര്യമാര് തയ്യാറായില്ല. അവസാനം അള്ളാഹിന്റെ ശിക്ഷ വന്നപ്പോൾ നരകത്തിൽ പ്രവേശിക്കുന്നവരോടൊപ്പം പ്രവേശിച്ചു കൊള്ളുക എന്ന് അവരോട് പറയപ്പെട്ടു എന്നല്ലാതെ പ്രവാചകന്മാരായിട്ട് പോലും അവരുടെ ഭാര്യമാരെ രക്ഷപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞില്ല എങ്കിൽ ഒരു ഉസ്താദ് ഉണ്ടാവൂല, ഒരു പാർട്ടി ഉണ്ടാവൂല, ഒരു നേതാവ് ഉണ്ടാവൂല, ഒരു സെക്രട്ടറി ഉണ്ടാവൂല, ഒരു ഷെയ്ഖ് ഉണ്ടാവൂല, ഒരാൾ ഉണ്ടാവൂല എന്ന് വളരെ കൃത്യമായി നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിലേക്ക് പോകുമ്പോൾ നൂഹ് നബിയുടെ മകൻ പോകുന്നത് നരകത്തിലേക്കാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം എനിക്ക് മുമ്പ് സംസാരിച്ച ഉനൈസ് പാപ്പിനിശ്ശേരി ഇവിടെ വിശദീകരിക്കുന്നത് ഞാൻ കേട്ടു വന്നയാളാണ്. അപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിലേക്ക് പോകുമ്പോ, ഇബ്രാഹിം നബിയുടെ ഭാര്യ മക്കളൊക്കെ സ്വർഗത്തിലേക്ക് പോകുമ്പോ, ഇബ്രാഹിം നബിന്റെ ഉപ്പ പോകുന്നത് എങ്ങോട്ടേക്കാണെന്നറിയോ? നരകത്തിലേക്കാണ്. സുദീർഘമായ ഹദീസാണ്. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യൽഖാ ഇബ്രാഹിമു അബാഹു ആസറ യൗമൽ ഖിയാമ വഅലാ വജ്ഹി ആസറ ഖതറത്തുൻ വഗബറ ഫയഖൂലു ലഹു ഇബ്രാഹിം അലം അഖുൽ ലക ലാ തഅസിനി ഫയഖൂലു അബൂഹു ഫൽയൗമ ലാ അഅസിക ഫയഖൂലു ഇബ്രാഹിം യാ റബ്ബി ഇന്നക വഅതനി അല്ലാ തുഖ്സിനി യൗമ യുബഅഥൂൻ ഫഅയ്യു ഖിസിൻ അഖ്സാ മിൻ അബിൽ അബ്അദ് ഫയഖൂലു അല്ലാഹു തആല ഇന്നി ഹറംതുൽ ജന്നത അലൽ കാഫിരീൻ ثم يقال يا إبراهيم تحت رجليك فينظر فإذا هو بذيخ ملتطخ فيؤخذ بقوائمه فيلقى في النار رواه البخاري. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പരലോകത്ത് വാപ്പക്ക് വേണ്ടി അള്ളാഹുവിനോട് ചോദിച്ചു നോക്കിയിട്ട് പോലും അള്ളാഹു വിട്ടുകൊടുത്തില്ല. ഇനി ഹറംതുൽ ജന്നത അലൽ കാഫിരീൻ, രക്ഷയില്ല ഇബ്രാഹിം, നിഷേധികളായ ആളുകൾക്ക് സ്വർഗം ഹറാമാണ്. അതാണ് ഖുർആൻ പറഞ്ഞതില്ലേ, ഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. ശിർക്ക് ചെയ്തു കഴിച്ചിലാവൂല, അവനൊക്കെ പൊളിഞ്ഞ് നഷ്ടത്തിലായി. ആ നഷ്ടം ഏതാ? അത് ഖുർആൻ പറഞ്ഞു, ഇന്നഹു മയ്യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ വമാ ലിദ്ദാലിമീന മിൻ അൻസാർ. ആർ അല്ലാഹുവിൽ പങ്കുചേർക്കുന്നവ അവന് സ്വർഗ ഹറാമാണ്, സ്വർഗം നിഷിദ്ധമാണ്, അവന്റെ സങ്കേതം നരകമാണ്. അപ്പൊ മുഹദ്ദി ശൈഖയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പോവില്ല. ബദരീങ്ങളെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പോവില്ല. ഏതെങ്കിലും മരിച്ചു മൺമറഞ്ഞു പോയ ഏതെങ്കിലും മഹാന്റെ ഖബറിൽ പോയി നേർച്ചയാക്കുകയോ സങ്കടം പറയുകയോ അവരോട് പ്രാർത്ഥിക്കുകയോ ചെയ്താൽ അവന്റെ പരലോകം ഒരിക്കലും രക്ഷപ്പെടൂല. അതുകൊണ്ട് നമ്മളെ സൃഷ്ടിച്ച ഒരു റബ്ബുണ്ട്. ഇതൊരു സംഘടനയുടെ വിശ്വാസമല്ല, ഇത് ലോകത്തിന്റെ സൃഷ്ടാവ് മാനവരാശിക്ക് വേണ്ടി അവതരിപ്പിച്ച മതമാണ്. ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിനുള്ളതല്ല. ഇന്നദ്ദീനൈൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാന്റെ അടുക്കലുള്ള മതം അത് ഇസ്ലാമാണ്. ഇത് ഇസ്ലാമാണ്, ഇസ്ലാമാണ് ശരി, അത് മാത്രമാണ് ശരി, അതല്ലാത്തതൊന്നും ശരിയില്ല. അത് ലോകത്തിന്റെ സൃഷ്ടാവ് പറഞ്ഞതാ. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാന്റെ അടുക്കലുള്ള മതം ഇസ്ലാമാ. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ഇസ്ലാം അല്ലാത്തൊരു മതത്തെ ആരെങ്കിലും തേടിപ്പോയാൽ, അന്വേഷിച്ചാൽ, സ്വീകരിച്ചാൽ, പുലുകിയാൽ അവനിൽ നിന്ന് നാം അത് കബൂൽ ചെയ്യില്ല, സ്വീകരിക്കില്ല, അവൻ നഷ്ടക്കാരനാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓതി തന്നതാണ്. ഈ ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഇത്തരം ഒരു പ്രോഗ്രാം നമ്മൾ ഇവിടെ സംഘടിപ്പിച്ചത്. അല്ല സംഘടനയിൽ മെമ്പർഷിപ്പ് പഠിപ്പിക്കാനല്ല, സംഘടനയ്ക്ക് ആളെ കൂട്ടാനല്ല.
ഞങ്ങളെ പ്രസംഗം കേട്ട് കൈയടിക്കാനല്ല, ഞങ്ങൾ ഇറങ്ങി വരുമ്പോൾ ഞങ്ങളെ ഒന്ന് ഷെയ്ക്കാൻ്റെ ഞങ്ങളൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ഇത് ശരിയായ ആദർശമാണ്. ദൈവം തമ്പുരാൻ അവതരിപ്പിച്ച, മാനവരാശിക്ക് വേണ്ടി അവതരിപ്പിച്ച, ലോകത്തിന്റെ സ്രഷ്ടാവായ പടച്ച തമ്പുരാൻ മാനവരാശിക്ക് വേണ്ടി അവതരിപ്പിച്ച ഒരു മതമാണ്, ഒരു വിശ്വാസമാണ്, ഒരു ആദർശമാണ്. അതുകൊണ്ട് ഇത് നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞങ്ങൾ വന്നത്. ഞങ്ങളുടെ ബാധ്യത ഞങ്ങൾ ഇവിടെ നിർവഹിക്കുകയാണ്. ഖുർആൻ പറഞ്ഞ പോലെ വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകരി വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. നിങ്ങളിൽ നിന്ന് ഒരു ഉമ്മത്ത് ഉണ്ടാകണം, ഒരു സംഘം, ഒരു സംഘടന, ഒരു സംഘടന, ഒരു ബെൽറ്റ്, ഒരു ശക്തി, ഒരു കൂട്ടം നിങ്ങളിൽ നിന്ന് ഉണ്ടാകണം. എന്തിനാണെന്നറിയോ? യദ്ഊന ഇലൽ ഖൈരി, ആളുകളെ നന്മയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി, വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ, സദാചാരം കൽപ്പിക്കാനും ദുരാചാരത്തെ വിരോധിക്കാനും, വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയികൾ എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓതിത്തരുന്നു. ആ ഉത്തരവാദിത്വം നിർവഹിക്കാനാണ് ഞങ്ങൾ ഇവിടെ വന്നത്. നാളെ റബ്ബിന്റെ കോർട്ടിൽ ഞങ്ങൾക്ക് ഉദ്ർ പറയാൻ, ഒഴിവ് കഴിവ് പറയാൻ, റബ്ബേ ഞങ്ങൾ നിന്റെ ദീനിനെ കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കിയത് ജനങ്ങളോട് പറഞ്ഞു എന്ന അള്ളാന്റെ കോടതിയിൽ ഉദ്ർ പറയാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചത് എന്ന് എല്ലാവരും മനസ്സിലാക്കണം. ഈ 2 പ്രഭാഷണങ്ങളിലായി കേട്ട കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായി അന്വേഷിച്ച് പഠിക്കാൻ തീരുമാനിച്ച് മനസ്സിലാക്കി, എവിടെയാണോ സത്യമുള്ളത്, ആരാണോ സത്യം പറയുന്നത്, ആര് പറഞ്ഞതാണ് ഖുർആനും സുന്നത്തുമായി യോജിക്കുന്നത് എന്ന് പരിശോധിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം സത്യത്തിന്റെ കൂടെ നാം ഓരോരുത്തരും നിലകൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സ്നേഹിക്കുന്ന, അവന്റെ ദീനിനെ സ്നേഹിക്കുന്ന, ദീൻ പഠിക്കുന്ന, ദീൻ ജീവിതത്തിലേക്ക് സന്നിവേശിപ്പിക്കുന്ന യഥാർത്ഥ ദീനിന്റെ വക്താക്കളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബേ റഹ്മാനെ, നിന്റെ ദീനിനെ കുറിച്ച് ഇനിയും വിശാലമായി പഠിക്കാനും മനസ്സിലാക്കാനും അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും ദീനിന്റെ മാർഗത്തിലായി ജീവിച്ചു മരിക്കാനുള്ള, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ ദീനിനെ കുറിച്ച് വിശദീകരിക്കാൻ ഇത്തരം ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച ഞങ്ങളുടെ സംഘാടകർ, ഇതിന്റെ പിന്നിൽ സാമ്പത്തികമായി ശാരീരികമായി പ്രയത്നിച്ചവർ, ഇവിടെ സംസാരിച്ചവർ, കേൾക്കാൻ എത്തിച്ചേർന്നവർ, പരിസരത്തിൽ നിന്ന് ശബ്ദം വീക്ഷിച്ചവർ, നല്ല സൗണ്ട് സിസ്റ്റം, മറ്റെല്ലാ കാര്യങ്ങളും ഏർപ്പെടുത്തി തന്നവർ, ഇതിനോട് സഹകരിച്ച ഓരോ സഹോദരനും സഹോദരിയും എല്ലാവർക്കും റബ്ബേ റഹ്മാനെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നാളെ നിന്റെ പരലോകത്ത് യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ, ഭൂമി വർത്തമാനം പറയുന്ന ദിവസത്തിൽ ഈ മണ്ണ്, ഈ ഗ്രൗണ്ട് ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന അവസ്ഥ ഉണ്ടാക്കി തന്നെ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നന്മയുടെ മീസാനിൽ നീ കർമ്മങ്ങൾ വെച്ച് തൂക്കി നോക്കുമ്പോൾ ഈ പ്രോഗ്രാം നന്മയുടെ മീസാനിൽ കനം തൂകുന്ന ഒരു പ്രോഗ്രാമായി ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ അല്ലാഹ്. ഇനിയും നിന്റെ ദീനിനെ സ്നേഹിക്കാൻ, ദീനിനു വേണ്ടി നിലകൊള്ളാൻ, ആർജവത്തോടെ മുന്നോട്ട് പോകാനുള്ള ഈമാനികമായ കരുത്ത് നൽകി ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ മനസ്സിലാക്കിയ നിന്റെ ദീനിനെ കുറിച്ചുള്ള സത്യമായ ആദർശം ഞങ്ങളുടെ പ്രദേശങ്ങളിൽ, അയൽവാസികളിൽ, കുടുംബങ്ങളിൽ, മഹല്ലുകളിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള എല്ലാവിധ തൗഫീഖും പ്രദാനം ചെയ്ത് ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഇന്ന് ഈ മണ്ണിൽ, ഈ ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഭയാനകമായ നരകത്തിന്റെ തീജ്വാലകളിൽ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. നരകം ഞങ്ങൾക്ക് ഹറാമാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ശരീരത്തെ നരകത്തിന് ഹറാമാക്കണേ അല്ലാഹ്. ആകാശ ഭൂമികളോളം അതിവിശാലമായ സ്വർഗീയ ആരാമത്തിൽ പ്രവേശിക്കാനുള്ള മഹത്തായ തൗഫീഖ് പ്രദാനം ചെയ്ത് ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وسلام على المرسلين والحمد لله رب العالمين آمين آمين برحمتك يا أرحم الراحمين. اللهم صل على محمد وعلى آل محمد. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.